ഇന്ന് സെപ്റ്റംബർ മാസത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. We have come to the second week of the month of September. ഹല്ലേലൂയ. Hallelujah. ദൈവവചനത്തിനായിട്ട് എല്ലാവരും സ്തോത്രം പറഞ്ഞാണ്. Let's praise God for the word. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് 6-ാം അധ്യായത്തിന്റെ 5 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളാണ് അതിന് ആസ്പദമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകമുള്ളവർ വേദപുസ്തകം കൊണ്ട് വരണം. ഇത് നല്ലതാണ്. ഇവിടെ സ്ക്രീനിൽ കാണുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉള്ളതും അതിൽ മാർക്ക് ചെയ്യുന്നതും ഒക്കെ നല്ല, അതിന്റെ സൈഡിലൊക്കെ ഒന്ന് എഴുതി വെച്ച് സ്റ്റഡി ബൈബിൾ ആക്കണം. ഹല്ലേലൂയ. ഇന്ന് പക്ഷേ നിങ്ങളുടെ ആ നഷ്ടപ്പെട്ടു പോയ പ്രസരിപ്പിനൊക്കെ തിരിച്ചു പിടിക്കുന്ന ദിവസമായിട്ട് മാറ്റണം. Today be the day you get back all the enthusiasm and vigor അതുകൊണ്ട് that നമുക്ക് you lost. രണ്ട് രാജാക്കന്മാർ 6-ാം അധ്യായത്തിന്റെ 5 തൊട്ട് 7 വരെയുള്ള ഭാഗം വായിച്ച് കേൾക്കാം. Let's read 2 Kings 6:5-7. എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അതെവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അതെടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഒരു പ്രാവശ്യം കൂടെ, കാര്യം നിങ്ങൾക്ക് വലിയ പരിചയമില്ലാത്തത് കൊണ്ട് ഒന്നുകൂടെ വായിക്കാം. ഇത് പറയുന്ന ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അവൻ ഇത് ആരാണ്ടരെന്ന് വായ്പ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഹി ബോറോഡ് ഇറ്റ് ഫ്രം സംവെയർ. അതുകൊണ്ട് അവന് ഭയങ്കര സങ്കടമുണ്ട്. അവൻ നിലവിളിച്ചപ്പോൾ അവിടുത്തെ അടുത്ത വാക്ക് കണ്ടില്ലേ, ദൈവദാസൻ എന്നൊന്നുമല്ല എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനെപ്പോഴും ഈ ദൈവദാസൻ എന്നുള്ള വിളിക്ക് എഗൻസ്റ്റ് ആയിട്ട് വരുന്നത്. പഴയ നിയമത്തിൽ പോലും ദൈവപുരുഷൻ അവിടെ എവിടെ വീണു എന്ന് ആര് ചോദിച്ചെന്ന് എഴുതിയേക്കുന്നത്? ദൈവപുരുഷനെന്ന്. ഒന്ന് പറഞ്ഞേ, നമ്മുടെ പാസ്റ്റർ മാൻ ഓഫ് ഗോഡ് ആണ്, ദൈവദാസനൊന്നും അല്ല, ഇതൊന്നും വിളിച്ചു കളയല്ലേ, അബദ്ധത്തിൽ പോലും വിളിക്കല്, പുള്ളിക്ക് അത് തീരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ, നിങ്ങൾ ആരോടും പറഞ്ഞില്ല. അതാണ് ദൈവപുരുഷൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ് എന്നുള്ള എഴുതിയിരിക്കുന്നത് വെച്ചാൽ മാൻ ഓഫ് ഗോഡ്. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെ ദൈവപുരുഷന്മാരുടെ ആവശ്യം, അല്ലാത്തവർ തന്നെത്താൻ നടക്കത്തേ ഉള്ളൂ. അവർക്ക് ആരുടെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയും. അപ്പൊ എന്തിനാ ഇങ്ങനെ ചോദിക്കുക? ചോദിച്ചപ്പോൾ അവൻ ആ സ്ഥലം കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ഇരുമ്പ് ഭയങ്കര ഒരു അത്ഭുതമാണ്. ഇരുമ്പ് ഒരിക്കലും ഒരു അയൺ, ഒരു മെറ്റൽ, ഇറ്റ് നെവർ ഫ്ലോട്ട്. ഒരിക്കലും അതിങ്ങനെ പൊങ്ങത്തില്ല. അതുകൊണ്ട് ഇന്ന് വിശ്വസിച്ചോണം, നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറഞ്ഞ് എവിടോ നഷ്ടപ്പെട്ടു പോയത് പൊങ്ങി വരേണ്ട ദിവസമാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് നിനക്ക് പോലും അറിയത്തില്ല. എന്നാൽ പറയേണ്ടിയെടുത്ത് പറയുമ്പോൾ നഷ്ടമായതിനെ പൊക്കിക്കൊണ്ടുവരുന്ന അഭിഷേകമുണ്ട്. There was a man who was felling a tree and the axe head fell into the water. And he cried, Master, because he had borrowed the axe head. And then a man of God said where it fell. And then he cut a stick and threw it, and the iron started floating. The impossibles would happen in your life. It is impossible for a metal to float on water, but God will make it float for you. Amen. നഷ്ടമായത് എന്താണെന്നറിയാം? മൂർച്ചയുള്ള കോടാലിയാണ്. ആക്സ് ഹെഡ് എന്ന് എഴുതിയിരിക്കുന്ന മൂർച്ചയുള്ള കോടാലിയാണ് നഷ്ടമായിരിക്കുന്നത്. What he lost was a very sharp axe head. ഷാർപ്നെസ്, ജീവിതത്തിന്റെ ഷാർപ്നെസ്, ആ മൂർച്ച നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? There's no use if you lose the sharpness of your life. ഇന്ന് അവിടെ ഇരുന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക, നിന്റെ ജീവിതത്തിന്റെ മൂർച്ച എവിടെയാണ് നഷ്ടമായത്? Where did you lose the sharpness of your life? ഇന്ന് അത് കർത്താവ് മൂർച്ചയാക്കി മടക്കി തരുമെന്ന് നീ വിശ്വസിക്കണം. Believe that the Lord is going to restore and sharpen your life. ദൈവത്തിന്റെ കൃപ അതിനായി ഇന്ന് ഇവിടെ ഉണ്ടെന്ന് നീ ഉറപ്പിച്ച്, ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ആർക്കൊക്കെയോ ആ നഷ്ടപ്പെട്ട മൂർച്ച അത് മൂർച്ചയാക്കി മടക്കി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. God's grace is in this place, and whoever has lost the sharpness, it is being returned and restored unto you. എന്താണ് ഈ ഷാർപ്നെസ്? മൂർച്ച എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി ടു ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനോടുള്ള നേർത്തതായ, അല്ലെങ്കിൽ ആ പറയുന്നതിൽ ആഴമേറിയിരിക്കുന്ന ഒരു ബന്ധം. What is sharpness? It is sensitivity or a deep relationship with the Holy Spirit. ആത്മാവിനെ ഷാർപ്പാക്കി വെച്ചു, ആമേൻ, നമ്മുടെ അകത്തെ ആത്മാവിനെ ഷാർപ്പാക്കി വെച്ചു പരിശുദ്ധാത്മാവിൽ മുന്നേറുവാൻ ഇന്ന് ആഗ്രഹിച്ചാൽ
വാസ്തവമായിട്ടും നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത അനുഭവങ്ങൾക്ക് അത് കാരണമായി തീരും. If you desire to sharpen the spirit in you and progress, you will receive experiences you've never experienced അതുകൊണ്ട് തന്നെ before. ആഗ്രഹിക്കണം, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളത് പിടിച്ചെടുക്കുവാനുള്ള ഒരു ആഗ്രഹത്തോടെ ഇരിക്കണം. Hallelujah, to be in the center of God's will. ദൈവത്തിന്റെ ഹിതത്തിന്റെ ഒത്ത നടുക്കനിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കണം. Today you must sit here with the desire that to be in the center of God's will. Hallelujah. 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 ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, 6-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന ആ പദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 2 Kings chapter 6 verse 1. ആമേൻ. ആ പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കം ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചത്. They felt that the place where they dwell was too narrow for them. അപ്പൊ എന്തിനാ മരം മുറിക്കാൻ പോയത്? ഇപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലം ഇടുക്കമാണെന്ന് മനസ്സിലായി. They felt ഇടുക്കമാണ് that the place they dwelt was too straight or narrow for എന്ന് them. പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയി ഇരിക്കുക എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു. And they desired an enlargement, and that's the reason why they went to cut the tree. ആ വിശാലത വരുത്തുവാൻ ദൈവം മതിയായവനാണെന്ന് വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത്, നീ ചെയ്യുന്ന കച്ചവടത്തിനകത്ത്, നിന്റെ ജോലിക്കകത്ത്, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത്, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനകത്ത്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനകത്ത് എവിടെയെങ്കിലും ഇടുക്കം ഉണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞ് ഒരു വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചാൽ ദൈവം ഇന്ന് അതിനകത്ത് പ്രവർത്തിക്കാൻ മതിയായവനാണ്. If you think that there is a limitation in any area of your life, your family, your business or your children, any area, if you desire, God is able to bring an enlargement. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ പ്രവാചക പുത്രന്മാരാണ് ഇവിടെ ഇടുക്കമുണ്ടെന്ന് പറയുന്നത്, വേറെ ആരുമല്ല. എന്ന് വെച്ചാൽ വിശ്വാസികളായിട്ടിരിക്കുന്നവരാ പറഞ്ഞത് ഞങ്ങൾക്ക് ഭയങ്കര ഇടുക്കമാണ്. അപ്പോഴാ ഇടുക്കം തോന്നുന്നത്. ഇടുക്കം, ഭയങ്കര ഇടുക്കം. ആരോട് നമുക്ക് ഇഷ്ടമൊന്നും തോന്നില്ല. ഭയങ്കര നമ്മൾ ഇടുങ്ങിയ ചിന്താഗതിയിലിരിക്കും, ഇൻട്രോവേർട്ട് ആയിട്ട് മാറും. We become people of narrow mindedness, we become introverts. Hallelujah. Praise the Lord. Hallelujah. ഇന്ന് ദൈവപ്രവൃത്തി കാണാനായിട്ട് ആഗ്രഹിക്കണം. Today you must desire to see the work of the Lord. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം വിശാലത വരുത്തും. Such people God will bring an enlargement. നമ്മൾ വിശാലത ഉണ്ടാക്കുകയല്ല, നിന്റെ അകത്തൊരു ആഗ്രഹം ഉണ്ടായാൽ ദൈവം വിശാലത വരുത്തും. If you have a desire in your heart, God will bring an enlargement. അപ്പം ഈ വിശാലതയ്ക്ക് വേണ്ടി മരം മുറിക്കാൻ പ്രവാചക പുത്രന്മാര് ശ്രമിച്ചപ്പോഴാണ് കോടാലിയുടെ ഈ മൂർച്ചയുള്ള ആക്സ് ഹെഡ്, തല ഊരിത്തെറിച്ചു പോയത്. So for enlargement, the sons of prophets wanted to cut the tree, and that's when the axe head fell into the water. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലായിടത്തും ഇത് തന്നെ പ്രശ്നം. തല തെറിച്ചങ്ങ് സൂക്ഷിച്ചില്ലെങ്കിൽ, if you are not careful, your head will go off. അത് നിർത്തിയിരിക്കുന്ന ഒരു വെഡ്ജ് എന്ന് പറയും, ഒരു ആപ്പേലാണ് നിർത്തിയിരിക്കുന്നത്. ആപ്പ് ഇളകി പോയാൽ പോകും. If the wedge in which it is fixed is removed, the head is എന്നുവെച്ചാൽ ആ gone. മൂർച്ചയുള്ള ഭാഗമാണ് തെറിച്ചു പോയത്. The sharp part is gone. പലപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ മൂർച്ചയുള്ള സാധനം പോയച്ചു പിന്നെ കമ്പം കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. 10, 30, 40, 50 വർഷമായിട്ട് കമ്പം കൊണ്ടിരിക്കുക, മൂർച്ച പോയി. If the sharp part of the axe is gone, there's no use standing. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇരിപ്പുണ്ട്, എന്തുകൊണ്ട് കയ്യിൽ? കമ്പ് മാത്രമേ ഉള്ളൂ. മൂർച്ചയുള്ളത് എന്നോ തെറിച്ചു പോയതാ. The sharp part is gone. There's no use of the stick. ആദ്യം ഊരിപ്പോകാൻ സാധ്യതയുള്ളത് ഈ തലയ്ക്കാ. എപ്പോഴും ഇഫ് ദി ഹെഡ് ഈസ് പൊല്യൂട്ടഡ്, റെസ്റ്റ് ഓഫ് യുവർ ബോഡി ഈസ് പൊല്യൂട്ടഡ്. തലയ്ക്കകത്ത് കുഴപ്പം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തലവേദന വന്നാൽ മതി, ശരീരം മുഴുവൻ തളർന്നു പോകുന്ന കണ്ടില്ലേ? തലയ്ക്ക് കുഴപ്പം വന്നു കഴിഞ്ഞാൽ ശരീരത്തിനെല്ലാം കുഴപ്പമായിട്ട് മാറും. Always a problem happens to the head, because when the head is polluted, the entire body suffers. അതുകൊണ്ടാ പറയുന്നത്, ദാവീദൊക്കെ പറഞ്ഞു കേട്ടില്ലേ, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യണം. നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യണം. That's why, as David said, you must anoint your head with oil. My cup runneth over. എന്റെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകണമെങ്കിൽ എന്റെ തലയുടെ മേൽ അഭിഷേകത്തിന്റെ എണ്ണയുടെ പകർച്ച എപ്പോഴും. ഇന്ന് രാവിലെ നീ ഇരിക്കുമ്പോഴും ചിന്തിച്ചോണം, നിന്റെ തലയെ എണ്ണ കൊണ്ട് നീ അഭിഷേകം ചെയ്യണം. For your cup to run over, you must anoint your head with oil. ആമേൻ. ഹല്ലേലൂയ. അത് തെറിച്ചുപോയി, ആ മൂർച്ചയേറിയ ഭാഗം തെറിച്ചുപോയി. നിന്റെ ഷാർപ്നെസ് നീ കളയരുത്. Don't lose നിന്റെ your sharpness. നിന്റെ അഭിഷേകം നീ അത് കളയരുത്. Don't lose your anointing, your sharpness. കർത്താവിലുള്ള ആരാധന, ആമേൻ, ഹല്ലേലൂയ, വീര്യം, വചന കേൾവിക്കുള്ള താല്പര്യം, പ്രസരിപ്പ്, കുടുംബം, ഇതെല്ലാം നിങ്ങൾ നോക്കിയോ. ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥന, ഇതൊന്നും നഷ്ടമാക്കി കളയരുത്.
Do not lose your relationship with the Lord, your prayer, your anointing. ഇതെല്ലാമാണ് ഷാർപ്നെസ് എന്ന് പറഞ്ഞാൽ. മൂർച്ച എന്ന് പറയുന്നത് ഇതൊക്കെ നിന്റെ പ്രാർത്ഥന മൂർച്ചയുള്ളതായിരിക്കണം. Your prayer should be sharp. വചനം കേൾക്കരുത്, ഉറങ്ങിയില്ല. വചന കേൾവിക്കൊരു ഷാർപ്നെസ് വരണം. In your hearing there has to be a sharpness. ആരാധനയ്ക്ക് ചുമ്മാ എല്ലാവരും എഴുന്നേറ്റ് ചുമ്മാ ഞാനും എഴുന്നേറ്റില്ല. നിന്റെ ആരാധന ഷാർപ്പായിരിക്കണം. Don't just worship just like anybody else. Your worship should be sharp. ഹല്ലേലൂയ. നിന്റെ അകത്തെ ഉത്തേജനം, നിന്റെ പ്രസരിപ്പ്, നിന്നെ കണ്ടാൽ അറിയാം നീ നല്ല മൂർച്ചയുള്ള വ്യക്തിയാണ്. Looking at you, people should make out you have a zeal and അത് passion കണ്ടില്ലേ, in you. തളർന്നിരിക്കുന്നവന്റെ അടുക്ക ചെല്ലുമ്പോൾ നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവനോട് അങ്ങ് പ്രസരിപ്പ് ഉണ്ടാകും. അവനോട് ഭയങ്കര കാര്യം, നീ അത്രയ്ക്ക് ഷാർപ്പൻഡ് ആണ്. If you are sharpened, even when weary people come to you, they are encouraged and energized. ഞാൻ ഇന്നൊരു 3 കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഷാർപ്നെസ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരുക, കർത്താവ് ഉദ്ദേശിച്ചെടുത്ത് എത്തിച്ചേരുവായിരിക്കാൻ, നിന്റെ ഷാർപ്നെസ് പോകാതിരിക്കുവാൻ നീ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. Be careful about 3 things so that you don't lose your sharpness. ഷാർപ്നെസ് എന്ന് പറഞ്ഞാൽ മൂർച്ച നഷ്ടമാകാതിരിക്കുവാൻ. അപ്പോഴേ കർത്താവിന്റെ ഡെസ്റ്റിനിയിൽ കർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിലായി തീരാൻ പറ്റത്തുള്ളൂ. Only then you will be able to reach the destiny God expects you to be. ഞാൻ എൻ്റെ ഈ 18-19 years ഓഫ് പാസ്റ്ററൽ മിനിസ്ട്രിയിൽ ഞാൻ കണ്ടത് ഈ മനുഷ്യർക്ക് ഇത് മനസ്സിലാകത്തില്ല. People don't really understand this. അവരുടെ രസത്തിനകത്ത് കയറിപ്പോവും. കാര്യം എടുക്കും അവർ പറയുന്നത്, ഓ ഞങ്ങൾ ഇത്ര നടന്നു നോക്കിയിട്ട് ലിമിറ്റഡ് ആയിട്ടിരിക്കുക. അവിടെ കർത്താവിന്റെ ആത്മാവില വിശാലത വരുന്നത്. People don't understand this because they focus on their narrowness or their limitations. For that you have to have pure conscience. നിർമ്മല മനസ്സാക്ഷി ഒന്നാമത്തെ കാര്യം. The first thing is that you must have to reach pure to conscience. that level, കർത്താവിന്റെ ആ ഡെസ്റ്റിനിയിൽ എത്താൻ, നിന്റെ ആ ഷാർപ്നെസ് പോകാതിരിക്കുവാൻ നിനക്ക് ഒരു നിർമ്മല മനസ്സാക്ഷി, പ്യുവർ കോൺഷ്യൻസ് അല്ലെങ്കിൽ ക്ലിയർ കോൺഷ്യൻസ് വേണം. To reach the destiny of the Lord, the first thing that you must possess is pure conscience. എന്തോ കുറ്റം വിധിക്കാത്ത മനസ്സാക്ഷി. A conscience which is not condemned. മനസ്സ് കുറ്റം വിധിക്കുന്നില്ല. ദൈവത്തോട് നിനക്ക് ഭയങ്കര പ്രാഗൽഭ്യം, ദൈവത്തോട് ചോദിക്കാൻ നിനക്ക് ധൈര്യമുണ്ട്. If your heart doesn't condemn you, you have great boldness with the അന്നേരം നീ Lord. പറയും, ദൈവമേ എന്നെ വിശാലമാക്കണമേ എന്ന് പറയും. എബേസ് പ്രാർത്ഥിച്ചാലും എന്റെ അതിരുകളെല്ലാം നീ വിശാലമാക്കണം ദൈവത്തോട് പറയും. You will be able to tell the Lord, enlarge my tents. നമ്മൾ മനുഷ്യരോടാ പറയാൻ ശ്രമിക്കുന്നത്, എനിക്ക് അത് തരണം ഇത് തരണം. അല്ലല്ല, നീ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്റെ മനസ്സിനകത്ത് കുറ്റം നിന്നെ വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് നിനക്ക് ചോദിക്കാൻ ഭയങ്കര ധൈര്യമായിരിക്കും. In your relationship with the Lord, if your heart doesn't condemn you, you have great boldness to ask മനസ്സ് the കുറ്റപ്പെടുത്തിയാൽ Lord. ധൈര്യം പോകും. If your heart condemns you, your boldness is അതുപോലെ തന്നെ gone. മനസ്സ് കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടാകും. If your heart doesn't condemn you, you have great boldness. ആ കുറ്റബോധം നിന്റെ പ്രാഗൽഭ്യത്തെ, നിന്റെ ആ കറേജിനെ, നിന്റെ ആ സ്മാർട്ട്നെസ്സിനെ അതില്ലാതാക്കി കളയും. And that condemnation will destroy your smartness or courage. ആമേൻ, ഹല്ലേലൂയ. ഈ ഷാർപ്നെസ് നിലനിൽക്കുന്നത് മനസാക്ഷി നന്നായിരിക്കുമ്പോഴാണ്. മൂർച്ച നമ്മുടെ ശ്രദ്ധിച്ചാൽ അറിയാം. ചിലർ അവരെ മനസാക്ഷി ഭയങ്കര ക്ലിയർ ആയിരിക്കും അവരുടെ. If your conscience is good, then your sharpness is great. മനസാക്ഷി നല്ലതാണെങ്കിൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ മാത്രമല്ല നിന്റെ അടുക്ക വരുന്നവരുടെ ബന്ധനത്തെ അഴിക്കാൻ പറ്റും. And if your conscience is good, you will be sharp enough. നിനക്ക് ക്ലിയർ കോൺഷ്യൻസ് ആണെങ്കിൽ, പ്യുവർ കോൺഷ്യൻസ് ആണെങ്കിൽ നിനക്ക് നിന്റെ പ്രശ്നത്തെ അഴിക്കാൻ പറ്റും. ഉറപ്പായ കാര്യം. മാത്രമല്ല, ആരെങ്കിലും നിന്റെ അടുക്കൽ വന്ന അവരുടെ ബന്ധനത്തെ കൂടെ നീ അഴിക്കുന്ന തലത്തിലേക്ക് നീ മാറ്റപ്പെടും. If your conscience is good, you have sharpness to deliver yourself and those who come to you. മാത്രമല്ല, നിനക്ക് എവിടെയും സഞ്ചരിക്കാം, ഏത് രാജ്യത്തും പോകാം. You can travel to any country. മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾക്ക് ഭാഷ ഒരു പ്രശ്നമല്ല. ചൈനയിലോട്ട് ഒരു ഇൻവിറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ വരും, എനിക്ക് ചൈനീസ് അറിയത്തില്ലല്ലോ ഒന്നും പറയേണ്ട കാര്യമല്ല. നിന്റെ മനസാക്ഷി നല്ലതാണെങ്കിൽ നീ ചൈനയിൽ ചെല്ലുമ്പോ ദൈവം നിനക്കായിട്ടുള്ള വഴികളെ ഒരുക്കി വെച്ചിരിക്കും. You don't have to worry about language. When you go to another country, God will prepare the place for you. Never taken it after that. നീ നിർത്തി കഴിഞ്ഞിട്ട് അതിലേക്ക് പോകരുത്. പിന്നെ if you've stopped something, കുറ്റം don't go പറച്ചിൽ back. നിർത്തിയതാണോ നീ പിന്നെ കുറ്റം പറയാൻ പോകരുതെന്ന്. If something you've stopped, വഴക്കാളിയായിരുന്നു, വഴക്കുണ്ടായിക്കൊണ്ട് നടന്നോ, വഴക്ക് നീ നിർത്തിക്കോണം. പിന്നെ അതിലേക്ക് പോകരുത്. കാര്യം മനസാക്ഷി നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. if you've stopped something that was not good, don't go back to it, lest your conscience will condemn you. കോൺഷ്യൻസ് നല്ലതായിട്ടിരുന്ന നല്ല ഉറക്കം വരും. നല്ല ഉറക്കം, നല്ല സുഖമായ കാര്യം. നമുക്ക് ആരോടും പ്രശ്നമൊന്നുമില്ല, നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങും. You get sound sleep if your conscience is എന്ന് good. പറഞ്ഞാൽ ഈ 90% ടെൻഷനും കോൺഷ്യൻസ് നല്ലതായിരുന്നു, മനസാക്ഷി നല്ലതായിട്ടിരുന്നാൽ മാറും. 90% of your stress will go away if your conscience is good. അതൊന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് ട്രസ്റ്റ് അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയും. ഫെയ്ത്ത് എന്ന് പറയും വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തിനകത്തായി ട്രസ്റ്റ്, ആശ്രയം ഇരിക്കുന്നത്.
നമ്മൾ ഈ വിശ്വാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ആശ്രയമില്ലാതെ ഒരിക്കലും വിശ്വാസം ഉണ്ടാകത്തില്ല. The second point is trust or faith. അപ്പൊ ഈ മൂർച്ച, ഷാർപ്നെസ് എന്ന് പറയുന്നത് നിന്റെ വിശ്വാസമാണ്. മൂർച്ച എന്ന് പറയുന്നത് നിന്റെ വിശ്വാസമാണ്. Your sharpness is your faith. അതിനെ ഒരിക്കലും ഡിമ്മാക്കി കളയരുത്. Do not make it dim. ഈ ഇവിടെ തന്നെ നമുക്കറിയാമല്ലോ, ഇത് ലൈറ്റ് എല്ലാം കൂടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടില്ല, നമുക്ക് കണ്ടില്ല, ഒരു ഡിമ്മായിട്ട് നമുക്ക് തോന്നില്ലേ. അപ്പോൾ നമ്മൾ തന്നെ പറയത്തില്ലേ, വെട്ടമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പറയും ഡിമ്മാന്ന് പറയും അല്ലേ, എല്ലാം കൂടി ഇടാൻ പറയും അല്ലേ നമ്മളെ. ആ ട്യൂബ് എല്ലാം ഒന്ന് നിർത്തിക്കുക, ആ ട്യൂബ് മാത്രം ഒന്ന് നിർത്തിക്കുക. കണ്ടില്ലേ, ഇപ്പം കണ്ടില്ലേ, ഡിമ്മായി അല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇതുകൂടെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ പറയും കാണുകയൊക്കെ ചെയ്യാം, പക്ഷേ അത്ര ഡിമ്മ് വേണ്ടാന്ന് പറയും അല്ലേ. നമ്മൾ ഡിമ്മാകരുത്. Don't be dim as if you switched off the light. ആമേൻ, ഹല്ലേലൂയ. ഡിമ്മാക്കരുത്, നിന്റെ വിശ്വാസത്തെ ഡിമ്മാക്കി കളയരുത്. ഡിമ്മാകുന്ന ഒന്നിലേക്ക് നീ പോകരുത്. നിന്നെ don't get into anything that makes your faith dim. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ തൊട്ട് ഇപ്പം എലൈജയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എലൈജ ബേബിയൊക്കെ വിളിച്ചിരുത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പം ആഡ് ഓൺ അയ്യനിരിക്കുന്നല്ലോ, അയ്യോ അവരുടെ അപ്പം പറയുക, മനീഷ് പുറയിലിരിപ്പുണ്ട്, അപ്പം പറയുകയാണ്, മോനെ ആഡോണെ ഞാൻ ഇന്നൊരു ചുമന്ന ആനയെ കണ്ടെന്ന് പറഞ്ഞു, അവൻ കണ്ണടച്ച് വിശ്വസിക്കും. Look at little children. If their parent says that I saw a red elephant, they will blindly believe കാര്യം ആ it. കുഞ്ഞുങ്ങൾക്ക് അപ്പനെ അത്രമേൽ ട്രസ്റ്റാ. Because the child trusts the father. നിങ്ങൾ മനസ്സിലാക്കണം, ആ കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞ സമയത്ത് നമ്മുടെ അകത്ത് കർത്താവ് എന്തോ പറഞ്ഞാലും കേൾക്കും. When we were in a childlike state in the Lord, whatever the Lord said, we were able to believe. അതുകൊണ്ടാണ് യേശുവും പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് കളവനെ പോലെ ഇരിക്കാനെന്നാ പറഞ്ഞു. തിരിഞ്ഞ് ചൈൽഡ് ലൈക്ക് ലൈഫ് നമുക്ക് വരണം. That's why Jesus said you must return and be like a child in your faith. അപ്പനെ അമ്മയും ട്രസ്റ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, വീണ്ടും ജനനം പ്രാപിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ അകത്ത് ഈ വിശ്വാസത്തെ വെച്ചിരിക്കുക. In our born again experience, this faith was placed in us. വിശ്വാസത്തിന്റെ ഒരു മെഷർ അതിനകത്ത് തന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരും ജീവിതത്തിനകത്ത് നിങ്ങൾ കർത്താവിനെ അറിഞ്ഞപ്പം നിങ്ങൾ ആമേൻ അത് മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറും. A certain level or certain measure of faith was kept in you. ഇത് പിൽക്കാലങ്ങളിൽ നമ്മൾ പറയുന്ന, ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര തീഷ്ണതയായിരുന്നു, ഭയങ്കരമായിരുന്നു, ഞാൻ പറഞ്ഞാലൊക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ അകത്ത് തന്ന ആ ചെറിയ മെഷർ ഓഫ് ഫെയ്ത്തിനെ നീ ഉപയോഗിച്ചു. Often we say that in my initial days I had great faith, that great miracles happened because the little measure of faith you used it in those days. പത്രോസ് പറഞ്ഞ ഈ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു കാരണം, നിന്റെ അകത്തെ ആ വിശ്വാസത്തെ നീ വർദ്ധിപ്പിച്ചാൽ നിന്റെ മുമ്പിൽ നിനക്ക് തടസ്സമായി നിൽക്കുന്ന മലയോട് മാറണ എന്ന് പറഞ്ഞാൽ മല മാറിപ്പോകുന്ന പറഞ്ഞു. If you try to increase that faith that is already in you, if you command to the mountain to move, it will be moved. ഇന്ന് രാവിലെ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന മലയോട് മാറാനുള്ള വിശ്വാസത്തെ, അതിന്റെ അളവിനെ നീ വർദ്ധിപ്പിച്ച് ഇന്ന് തന്നെ നീ അതിനെ ഉപയോഗിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ കാണാത്ത അടുത്തൊരു തലത്തിലേക്ക് നീ ഉയർത്തപ്പെടും. If you try to increase the faith that command to the mountain to move, you will go to the next level in your life that you've never seen before. വിശാലതയ്ക്ക്, എൻലാർജ്മെന്റിന്, എക്സ്റ്റെൻറ്റീവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ വിശാലമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഫെയ്ത്ത് ആവശ്യം, വിശ്വാസം ആവശ്യം. All those who want an enlargement need to have this faith. അതാ യൂദായുടെ പുസ്തകം 20-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടുപോയതായിരുന്നു. വിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത് ഹോളി ഫെയ്ത്ത്. That's why we read about Jude verse 20 about holy faith. എങ്ങനെ എഴുതിയിരിക്കുന്നത്? യൂദ 20-ാമത്തെ വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കേണ്ട ഏതിനെയാ? ബാലരമ വായിച്ചിട്ട് അതിനകത്ത് കണ്ട കബീഷിന്റെ കഥയിലെ വിശ്വാസമല്ലേ പറയേണ്ടത്? നിന്റെ അകത്തു വെച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കണം. Building yourself up on your most holy faith. നിങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യുവർ പേഴ്സണൽ, ഇറ്റ്സ് വെരി പേഴ്സണൽ. ഓരോരുത്തരുടെയും അകത്ത് എന്തോ ഇരിക്കുന്നത്? ഹോളി ഫെയ്ത്ത് ആയിരിക്കും, വിശുദ്ധ വിശ്വാസമായിരിക്കുന്നത്. There is a holy faith in each and every one you must അതിനെ എക്സസൈസ് ചെയ്യണം, അതിനെ ഉപയോഗിക്കണമെന്ന്. You must exercise it. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോഴാണ് നീ പരിശുദ്ധ, നിന്റെ ഷാർപ്നെസ് കൂടുന്ന കേട്ടോ. നീ അതിനെ ഉപയോഗിക്കുമ്പോൾ നിന്റെ ഷാർപ്നെസ് കൂടാ, നീ അതിനെ ഉരസി അതിന് മൂർച്ച പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. And as you keep using the faith that is in you, you're increasing the sharpness. ഉണ്ടായി. അങ്ങനെ നീ പരിശുദ്ധാത്മാവിൽ ആമേൻ റബ്ബിംഗ് എക്സ്പീരിയൻസിൽ അതിനെ ഉരസലിൽ കൂടി അതിനെ മൂർച്ച കൂട്ടുമ്പോൾ നിത്യജീവൻ എന്തോന്ന് പിടികിട്ടും. When you keep rubbing it with the Holy Spirit, you will know what eternal life is. ആത്മാവിൽ പ്രാർത്ഥിക്കണം. That's why you must pray in the Spirit. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് പറയാൻ അന്യഭാഷ പറയുന്നതല്ല. ആത്മാവിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള, ആത്മാവിനോട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. Which means being sensitive and connected to the Holy Spirit. പരിശുദ്ധാത്മാവാണ് നല്ല ബോധ്യം ഉണ്ടായി.
You know very well who the Holy Spirit ഞാൻ എപ്പോഴും is. പറയും, എന്തെങ്കിലും ഒന്നോ രണ്ടോ കാരണത്താലൊക്കെ നിങ്ങൾ താമസിച്ചു വരുന്നതന്നെ പറയുന്നത്. സ്ഥിരമായി നിങ്ങൾ താമസിച്ചു വരുന്നത് പ്രാക്ടീസ് ചെയ്യരുത്. കാര്യം പരിശുദ്ധാത്മാവിന് ദുഃഖം അതൊക്കെ. That's why I always say it's okay. ഞാനിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ എന്നോട് വിരോധം തോന്നാം. അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അച്ചടക്കം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ മാനദണ്ഡമാണ്. It's okay to അച്ചടക്കം. come late at times, but if you're constantly coming late, you're grieving the Holy Spirit. You are not being disciplined, which is a fruit of the Spirit. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം, സെർവ് ചെയ്യാൻ അമ്മയാ ഇത്. അമ്മ വിളമ്പാൻ ആഗ്രഹിച്ചു മക്കളെല്ലാം കാണാൻ കൊതിയോടെ ഇരിക്കുന്ന അമ്മയുടെ മുമ്പിൽ എങ്ങനെ നമ്മൾ നിൽക്കുന്നത്? The mother is ready and willing to serve all the children. How should we present ourselves before such a mother? അമ്മയുടെ കണ്ണിലെ തിളക്കമൊന്ന് കാണണം. നമ്മളത് കഴിക്കുന്നൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മയാ ഉണ്ടാക്കിയതെങ്കിൽ അമ്മ വെച്ച് വിളമ്പി ഇങ്ങനെ ആ സാരി മുഷിഞ്ഞു നാറിക്കായിരിക്കും എങ്കിലും അമ്മ അതിങ്ങനെ വിളമ്പും. നമ്മളത് കഴിക്കുമ്പോൾ നമ്മൾ അത് ഭയങ്കര സന്തോഷത്തോടെ കഴിയുമ്പോൾ അമ്മയുടെ കണ്ണിലെ തിളക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Have you seen the glitter in the eyes of the mother when you receive and eat the food the mother has lovingly prepared? പരിശുദ്ധാത്മാവാണ് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. നിനക്ക് മനസ്സിലായ പരിശുദ്ധാത്മാവ് വിളമ്പുന്നതിന് നീ ആസ്വാദ്യകരമാ. Give me more. ഇനി താമസി. അയ്യോ എന്തോ രുചിയായിരിക്കുന്ന ഈ പായസം എന്ന് പറഞ്ഞ് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ വായിക്കുമ്പോ അമ്മയുടെ കണ്ണിൽ പിന്നെയും തിളക്കം വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? If you think the Holy Spirit is serving the food, leading the worship, then you will come here and say, give me more. നിങ്ങൾ പറയും, രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെല്ലാം കൂടെ വരുമ്പോ അവർക്ക് കഴിക്കാൻ വേണ്ടി അമ്മ ഇത്രയും കഷ്ടപ്പെട്ടെല്ലാം ഉണ്ടാക്കി വെച്ച് ഒരുത്തനെ വിടുന്ന ഇതെന്താ വായി വെച്ചിട്ട് ഒരു രുചിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഹൃദയം ഇടിഞ്ഞു പോകും. When the mother wakes up in the morning and prepares meal for you, and then the child says, what is this? It doesn't taste good. The heart of the mother breaks. വേദപുസ്തകം തുടങ്ങുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നത് ആളാ ഇത്. എല്ലാത്തിനെയും പരിരക്ഷിക്കാൻ വേണ്ടി ഒരു പൊരുന്നക്കോഴി ഇരിക്കുന്നത് പോലെ സകലതിന്റെ മേൽ ഹി വാസ് ഹോവറിംഗ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പൊരുന്നിരിക്കുമായിരുന്നു എല്ലാവർക്കും വേണ്ടി. In the second verse of the Bible, we read about the Holy Spirit who was hovering over the earth and sitting over it. അമ്മയാകുന്ന പരിശുദ്ധാത്മാവാകുന്ന അമ്മ, that Holy Spirit who is like the ഇന്നിപ്പോ ഇതിനകത്തിരുന്ന് സെർവ് ചെയ്യാണ്. She is serving here. അവൻ പറഞ്ഞു, നമ്മൾ പറയും ആമേൻ ഹല്ലേലൂയ, ഇത് ഞാൻ കേൾക്കേണ്ടതായിരുന്നു, എനിക്ക് കിച്ചനോട് തരേണ്ടതാണ്. എന്റെ മനസ്സാക്ഷിയോടുള്ള സംസാരമാണ്. എന്റെ മനസ്സാക്ഷി ക്ലിയർ ആയിട്ടിരിക്കണം. എന്റെ വിശ്വാസം വർദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന തടസ്സങ്ങളെ ആരുടെയും സഹായം കൂടാതെ മറികടക്കുവാനുള്ള ധൈര്യം, ബലം എന്റെ അകത്തുണ്ടാകും. When you receive what the Holy Spirit is serving, you will develop confidence and courage in you to overcome everything that comes your way. വചനത്തെ ശ്രദ്ധയോടെ കേൾക്കണം. We must hear the word carefully. വചനത്തിനോടുള്ള ശ്രദ്ധയാർന്ന കേൾവിയാണ് ഇതിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. Your attentive hearing of the word will increase your faith. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാം നടന്ന ഈ വചനത്തിന്റെ മുമ്പാകെ, if we read Genesis 17, we read that Abraham walked before the word of God. അഡോണായി എന്ന് പറഞ്ഞാൽ എന്തുവാ? മൈ ഫ്രണ്ട്, യജമാനെ, മാസ്റ്റർ എന്നൊക്കെയുള്ള അർത്ഥം വരുന്നല്ലേ. അബ്രഹാം 99 വയസ്സായപ്പോൾ കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കും. അപ്പൊ എന്തിനു മുമ്പേ നടക്കേണ്ടിയ? വചനമാകുന്നതിന് മുമ്പാകെ നീ നടക്കണം. വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വാക്കുകൾ പറയുന്നത് കേട്ട് നീ നടക്കണമെന്ന് അതിന്റെ അർത്ഥം. God appears to Abraham when he was 99 years old and says, walk before me and blameless, which means walk before my word. അബ്രഹാമിന്റെ ശ്രദ്ധയുള്ള കേൾവിയാണ് അബ്രഹാമിന്റെ അനുസരണം എന്ന് പറയുന്നത്. Abraham's attentive hearing is his obedience. അതുകൊണ്ട് അബ്രഹാമിന് ദൈവത്തോട് ഒരു കൺഫ്യൂഷനും ഇല്ല. That's why അഡോണായോട് he doesn't have any complaint. ഒരു പ്രശ്നവുമില്ല. No confusion at all. Because Abraham heard the word, he had no confusion. അതുകൊണ്ട് 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, Genesis 22:5, അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കുക, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് ഞാനും എന്ന് പറഞ്ഞാൽ ഇത് ഇതിനകത്ത് ഇപ്പം മലയാളത്തിൽ വായിക്കുമ്പോൾ അറിയില്ല, ഞങ്ങൾ പോയി ആരാധിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരാന്നാ അതിന്റെ അർത്ഥം. Here Abraham says to his young men, abide here with the donkey, I and the lad will go yonder and worship and come again to you. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ we'll come back, ഞങ്ങൾ പോയി ആരാധന കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. It says we will go worship and we will come back. അപ്പൊ ഭയങ്കര ഒരു
ക്ലാരിറ്റി അബ്രഹാമിന്റെ അകത്തുണ്ടായിരുന്നു. എന്താണ്? ഞങ്ങൾ തിരികെ വരും. Abraham had great clarity. We will come back. We will come back. എന്തുവാണ് ദൈവം അഡോനായി ചോദിച്ചിരിക്കുന്ന കാര്യം? നിന്റെ ഏകജാതന്റെ രണ്ടാമത്തെ വാക്യം വായിച്ചിട്ട് 22:2 വായിച്ച്. നിന്റെ രണ്ടാമത്തെ വാക്യം. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ടുവരിക. Because the Lord had asked him, take now thy son, thine only son, whom you lovest. വളരെ സ്പെസിഫിക്കലി ദൈവം പറയുകയാണ്, അബ്രഹാമിന് 2 പിള്ളേരുണ്ട്, ഇസ്മായിലിനെ കൂട്ടിക്കൊണ്ട് പോകും. അല്ലേ? അതുകൊണ്ട് സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്, നിന്റെ മകനെ എന്ന് വെച്ചാൽ നീ അത്രയും കണ്ട് സ്നേഹിക്കുന്നത് ആരാണ്? അവനെ, ഇസഹാക്കിനെ, നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ, ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. God knew that Abraham had 2 sons, Isaac and Ishmael. He was very specific and saying about Isaac, who should be sacrificed on the mountain. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാം, കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പം എന്ത് സാധനമാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ഒരു മനോഭാവം അനുസരിച്ച് അതെല്ലാം അവരുടേതാണ്. എന്റേതാ പറയുന്നത്, ഇറ്റ്സ് മൈൻ. If you look at children, they try to claim everything as theirs. അവരൊരിക്കലും അവർക്ക് അത് അറിയത്തില്ല, അവർ കാണുന്നല്ലോ അവരുടേതാ. Whatever they see, they think it belongs to them. ഇപ്പൊ നമ്മളിപ്പം ഈ അനീഷിനെ ഞാനും ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അഡോൺ വന്നിട്ട് പറയും, എന്റെ ഡാഡി എന്നുവെച്ചാ അവന്റെ ഡാഡി ഞാൻ എടുത്തോണ്ട് പോകുന്ന അവന്റെ പേടി. If I take Anish, then Aaron will immediately come and claim him as my daddy. ഒരു ടോയ് കൊടുത്താൽ ഉടനെ പറയും, എന്റേതാണത്, എന്റേതാ. If you give a toy, the child will say it belongs to me. വീട്ടിലെ പിള്ളേരെല്ലാം ഈ സാധനങ്ങളെല്ലാം അവരുടേത്, എന്റെ. The children keep claiming everything as if it belongs to them. ഇനി പാലെടുത്ത് വെച്ചാലും അത് പറയും, മറ്റവൻ കുടിക്കാൻ വന്ന അനിയനോ ഏട്ടനോ കുടിക്കാൻ വന്ന പറയും, എന്റേതാണിത്. Even the milk, കുടിക്കത്തുമില്ല. Even the food, you say that everything is mine. ആമേൻ, ഹല്ലേലൂയ. നിന്റേതെന്ന് പറയാൻ അവർക്ക് അറിയത്തില്ല, അവർ പറയത്തില്ല. They don't know to say it is yours. ഒരു സമയമാകുമ്പോൾ അവർ പറയും, ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാകുമ്പോൾ അവൻ ഇത് കൊടുക്കാൻ തുടങ്ങും. At one point they begin to understand what sharing is, and അപ്പോഴാണ് അവൻ പറയുന്നത്, ഇറ്റ് ഈസ് യുവേഴ്സ്, നീ ഇത് ഉപയോഗിച്ചു, എനിക്ക് വേണ്ട, നീ ഉപയോഗിച്ചു. That's when they say you use it. ഇന്ന് രാവിലെ ഞാനിത് പറയുന്നതിന്റെ പുറകിലത്തെ ഒരു പൊരുൾ, യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയ. എന്റേതെന്ന് പറയാനല്ല യേശു പ്രാർത്ഥന പഠിപ്പിച്ച, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം, നിന്റെ ഹിതമാണ് ഇവിടെ നടക്കേണ്ടത്, നിന്റെ എന്തൊക്കെ ചിന്തകൾ അതല്ല ഇവിടെ നടക്കണം, എന്റെ ഒന്നും വേണ്ട. I'm revealing to you a mystery that Jesus taught. He never spoke about I. He said, your kingdom come, your will be done on earth as it is in heaven. ഞാൻ എപ്പോഴും പറയും, ഈ കർത്താവിന്റെ പ്രാർത്ഥന പറയുന്നവർ ഏറ്റവും പക്വതയുള്ളവർ, മെച്യൂർഡ് ക്രിസ്ത്യൻസ് ആണ് കർത്താവിന്റെ പ്രാർത്ഥന പറയുന്നവർ. I believe that matured Christians say that അവർക്ക് പേഴ്സണൽ അജണ്ട ഇല്ല, പേഴ്സണൽ വ്യക്തിപരമായിട്ട് അവർക്കൊന്നുമില്ല, അവന്റെ രാജ്യം വന്നാൽ മതിയെന്ന്. They don't have personal agenda. അവന്റെ ഹിതം ഇവിടെ നടന്നാൽ മതിയെന്ന്. His kingdom അവന്റെ ഇഷ്ടമാണ് ഇവിടെ നടക്കേണ്ടത്. His will should be done. ആമേൻ. അങ്ങനെ നിനക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുമോ? Are you able to give the Lord glory? നിന്റെ രാജ്യം, നിന്റെ മഹത്വം, നിന്റെ രാജ്യം ശോഭിക്കണം. എന്റെ ദൈവമേ, നിന്റെ മഹത്വത്തിനായിട്ട് നീ അത് ഉപയോഗിക്കണമേ എന്ന് പറയുന്നവന് പക്വതയുള്ളവനാണ്. Those who say, the Lord, it's your kingdom, your glory, that person is matured. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ലൈഫ് മെച്യൂരിറ്റിയിലാകുന്ന, മെച്യൂർഡ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെച്യൂർഡ് പ്രയർ ലൈഫ് എന്നൊക്കെ പറയും. You get into a matured prayer life when you begin to say that. ഞാനതുകൊണ്ട് അഡ്രസ് ചെയ്ത് പറഞ്ഞു, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കില്ലെന്ന് ആരാണ്ടൊക്കെ പറഞ്ഞു, അത് കേട്ടി പിടിക്കുകയും ചെയ്തു. Somebody said, do not say the Lord's prayer. പിന്നെ കൈ നിട്ട് ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു, ആർക്കൊന്നും മനസ്സിലാകാത്ത ഏതാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, എന്തൊക്കെയോ പറയുക, കർത്താവിന് പോലും ഒന്നും മനസ്സിലാകുന്നില്ല. And then instead of saying this prayer, you say something even the Lord doesn't understand. ഞാനത് വലിയൊരു ഭയങ്കര യൂണിറ്റിയെ കാണിക്കുന്നതാണ് ഈ പ്രാർത്ഥന. കാര്യം എല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റ വാക്ക് പറയുമ്പോൾ അതുവരെ നടക്കാത്ത കാര്യം, സത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം, കർത്താവിന്റെ പ്രാർത്ഥന പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യം നടക്കും. When you say the Lord's prayer, what is impossible will become possible in your life. കാര്യം സാധ്യതയുടെ പ്രാർത്ഥനയല്ല പറയുന്നത്, ഒരുമിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കാര്യം അവർ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ഒന്നാണ്, നിന്റെ രാജ്യം ഞങ്ങളുടെ ഒന്നുമില്ലായ്മയ്ക്കകത്ത് നിന്റെ രാജ്യം വെളിപ്പെടണം എന്ന് പറഞ്ഞാൽ നിന്റെ മഹത്വം ഇവിടെ ഇറങ്ങണമെന്നല്ലേ അർത്ഥം. എന്റെ ഹിതമല്ല, ഞങ്ങളുടെ ഹിതമല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഹിതമല്ല, ദൈവമേ നിന്റെ ഇഷ്ടം ഇവിടെ നടക്കണം.
The Lord's Prayer is not about your personal agenda. You're talking about God's will being done in your life and miracles will follow. ഒറ്റവാക്യത്തിൽ പറഞ്ഞ the more you are surrendered you are, the more better it will come. എത്ര നീ കീഴ്പ്പെട്ടിരിക്കുന്നു അത്ര ഏറ്റവും മേന്മയായിട്ടുള്ളത് വരും. The more you are surrendered, the better the things that you will receive. ആമേൻ ഹല്ലേലൂയ. അത് വരും. അതിന് അവധിയൊന്നും വെക്കത്തില്ല, അത് ഒഴുകും. കാര്യം നിന്റെ മനോഭാവത്തിന് മാറ്റമുണ്ടായി. Because there's been a change in your attitude. ഈ abundant life എന്ന് പറയുന്നത് വർധനവാണ് എന്ന് പറഞ്ഞാൽ എന്റേതെന്ന് പറയുമ്പോഴല്ല, അത് കൊടുക്കുമ്പോഴാണ്, ഷെയർ ചെയ്യുമ്പോൾ, പങ്കുവയ്ക്കുമ്പോഴാണ് വാസ്തവത്തിൽ abundant life കാണത്തുള്ളൂ. You will only see abundant life when you share. ജീവന്റെ സമൃദ്ധി കാണുന്നത് എപ്പോഴാണ്? കൊടുക്കുമ്പോഴാണ്. It's when you share that you see abundant life. അതുകൊണ്ട് പറഞ്ഞ അബ്രഹാമിന്റെ ഏകജാതൻ എന്നൊക്കെ പറഞ്ഞ അബ്രഹാം സ്നേഹിക്കുന്ന ഈ കുഞ്ഞിനെ എനിക്ക് താന്ന ദൈവം പറയുന്നത്. എനിക്ക് താ, give me. That is why Abraham said, your son whom you love, give him to me. ദൈവത്തിന് കുഞ്ഞല്ല വിഷയം. ദൈവത്തിന്റെ വിഷയം കുഞ്ഞല്ല. അബ്രഹാമിന്റെ ഹൃദയം എന്താണെന്ന് അവൻ ദൈവത്തിന് അറിയാം. അവനോട് ഇത് പറഞ്ഞാലും അവനറിയാം ഞാനും അവനും തമ്മിലുള്ള ബന്ധം അതാണ്. അവൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ടു മൈ വേർഡ്സ്. ഞാൻ പറയുന്ന വചനങ്ങൾക്ക്, ഞാൻ പറയുന്ന വാക്കുകൾക്ക് അവൻ എത്ര പ്രാധാന്യം നൽകുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ളതാണ് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായവനെ എനിക്കിതാ. God really did not want Isaac, but God was testing the heart of Abraham whether he would be willing to part with something that he loved and he considered precious. കുഞ്ഞിനേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Do you love me more than your son? യേശുവും ചോദിച്ചത്, പത്രോസേ ഇവരിൽ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Jesus asked Peter, do you love me more than all these? Are you getting that? agape love open ആക്കാൻ വേണ്ടി ദൈവം എപ്പോഴും ശ്രമിക്കുന്നത്. That's why God always tries to open up agape love in us. ഉണർന്നിരുന്നിട്ട് പറഞ്ഞേ, നിനക്ക് ദൈവത്തിന്റെ സ്നേഹം നിന്റെ അകത്തു കത്താനാണ് ദൈവം നിന്റെ മുമ്പിൽ പലതരത്തിലുള്ള കാര്യങ്ങളെ വെക്കുന്നത്. So that the agape love of God might burn in you, God will put forth many tests before you. ഇതിന്റെ അപ്പുറത്തെ റിലേഷൻഷിപ്പിനെ ഉറപ്പിക്കുകയാണ്. എനിക്കറിയാം നിനക്ക് എന്നോടുള്ള ബന്ധം, പക്ഷേ I want to prove it. നീ ആ കുഞ്ഞിനേക്കാൾ അധികമായിട്ട് എന്റെ വാക്കുകളെ നീ ശ്രദ്ധിക്കുമോ? This is not a test, but this is more like establishing your heart. Would you love me more than your son? അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ എനിക്ക് യാഗമായി താ. If so, give him to me as a sacrifice. ദൈവത്തിന് അറിയേണ്ടത് നിന്റെ കൺട്രോൾ നീ ദൈവത്തിന് വിട്ടുകൊടുക്കുമോ എന്നുള്ളത്. God wants to know if you have given your control over to the നിന്റെ Lord. നിയന്ത്രണം ഇന്ന് രാവിലെ വിട്ടുകൊടുക്കാൻ നീ തയ്യാറാണോ? Are you ready to give your control? നമുക്കറിയാതെ ഒരു ടെൻഡൻസി ഉണ്ട്. നമുക്ക് എല്ലാത്തിനും നിയന്ത്രിക്കണം. എല്ലായിടത്തും നമ്മുടെ നിയന്ത്രണം വേണം. നമ്മൾ പറയുന്ന എല്ലാവരും എല്ലാം കേൾക്കണം. We want to control everything. We want everyone to hear us. ദൈവം നിന്നെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നീ ചിലതൊക്കെ വിട്ടുകളയണം. If God wants to control you, you have to ദൈവത്തിന് let നിന്നെ go. കൺട്രോൾ ചെയ്യണമെങ്കിൽ നീ ചിലതൊക്കെ വിട്ടുകൊടുക്കണം. You have to let go of certain things. ആമേൻ ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞു, എനിക്ക് സന്തോഷം തരുന്ന ഐസക്കിനെ തരാൻ ഞാൻ റെഡിയാണ്. And then Abraham said, I am ready to let go. 25 വർഷം കാത്തിരുന്നത് ഒരു കുഞ്ഞിന് വേണ്ടി. 25 വർഷത്തെ തന്റെ കാത്തിരിപ്പിനെയാണ് ചോദിക്കുന്നത് യാഗമായി താ. They have waited for 25 years for the son, and now God is asking. Isaac said, I love you more than Isaac. ഐസക്കിനെക്കാളും കൂടുതൽ കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. And there Abraham said, I love you more than Isaac. ആ സമർപ്പണത്തിനകത്ത് നിന്റെ ഷാർപ്നെസ്, നീ പിടിച്ചു വെച്ചോണ്ടിരുന്ന സാധനത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? നിനക്ക് മൂർച്ച കൂടും. Your sharpness increases in this level of surrender. എടുക്കുക എന്നതാണോ കൊടുക്കുക എന്നതാണോ നിങ്ങളുടെ ലൈഫിന്റെ ഉദ്ദേശം? നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം വാങ്ങുക എന്നുള്ളത്, എടുക്കുക എന്നുള്ളതാണോ അത് കൊടുക്കുക എന്നുള്ളതാണോ? What is your life's motive, to receive or to give? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, കൊടുക്കാൻ വേണ്ടി ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. I believe that God has appointed me to give. ആമേൻ ഹല്ലേലൂയ. എൻ്റെ ഒത്തിരി എടുത്തോണ്ട് പോയവരുണ്ട്. There are many who have taken so much from എന്നെ me. കളിപ്പിച്ചവരുണ്ട്. There are many who cheated me. അവര് കളിപ്പിച്ചെന്നാ അവര് വിചാരിക്കുന്നത്. ഇല്ലല്ലേ, ഞാൻ ആർക്കും എന്നെ കളിപ്പിക്കാനൊക്കത്തില്ല. നിന്റെ ഇല്ലായ്മയ്ക്കകത്ത് നീ പറഞ്ഞ വാക്കുകളിലൊന്നുമല്ല, അതിന്റെ അപ്പുറത്തായി ദൈവം എന്നെ കൊടുക്കാൻ നിർത്തിയതാ. Beyond your nothingness, God has appointed me to give. ആമേൻ ഹല്ലേലൂയ. ഞാനത് തിരിച്ചു വാങ്ങിക്കാനൊന്നും പോകത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വിത്തിട്ടിട്ട് ഞാൻ മണ്ണ് ഇളക്കിയിട്ടോ വിത്ത് എന്ത് ഞാൻ നോക്കും. I never go take back what I've given. ഹല്ലേലൂയ. ഞാൻ കൊടുത്തിട്ട് ഞാൻ എന്റെ പുറകെ നടക്കുമെന്ന് ഇന്ന് തിരിച്ചു. കാര്യം ഞാൻ സീഡ് ഇട്ടിരിക്കും. ഞാൻ വിത്ത് വിതച്ചത് രാജ്യത്തിനകത്ത്. I have sown a seed in the ഞാനത് kingdom. I പിറ്റേ don't take it അതിങ്ങനെ back. ഇളക്കി നോക്കിയിട്ട് സീഡ് എന്ത് നോക്കത്തില്ല. ആമേൻ കൊടുത്തതാണ്. എന്റെ ദൈവം എന്നെ നടത്തും. എനിക്കറിയാം. I never
go dig the soil and take the seed out. What is given is given. My God will lead ആൾക്കാർ me. അങ്ങനെയൊക്കെ പറയും, ഞങ്ങൾ കുറച്ചായിട്ട് തന്നു തീർത്തോളാം. വേണ്ടെന്നേ, ഞാനിത് കർത്താവ് അറിഞ്ഞിട്ടാണ് ഞാൻ വിതച്ചതാണ്. People might say, I will give you back little by little. I don't need. I have sown it in the knowledge of the Lord. ആമേൻ. ഞാൻ ഈ പൂർണ്ണ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരാൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഇച്ചിരി പൈസ അയച്ചു. ഞാൻ പറഞ്ഞു അത് അത്രയും പൈസ ആയില്ലെന്ന് പറഞ്ഞ് ബാക്കി ഞാൻ അയച്ചു കൊടുത്തു. അതിന്റെ ആവശ്യമില്ലായിരുന്നു. A person who had this understanding sent some money, and then I said, I returned that money. കാര്യം ഞാൻ പറഞ്ഞു അതിന് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി ഞാൻ അയച്ചു കൊടുത്തു. എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. I took what was needed and returned what was not needed, and the person was upset with എന്നോട് me. പറഞ്ഞത് ഞാൻ കൊടുത്തതാണ്, അത് തിരിച്ചു വാങ്ങിക്കാനല്ലല്ലോ തന്നത്. I gave you what I gave. അതൊരു നല്ല മനോഭാവമാണ്. അങ്ങനെ ആയിരിക്കണമെന്നാണ് ഞാനും പറയുന്നത്. I think that is a good attitude. പക്ഷെ ഞാൻ പറയുന്ന എപ്പോഴും ഞാൻ അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കണക്ക് ഞാൻ വെക്കുന്ന എന്തിനു വേണ്ടി ഞാൻ ചോദിച്ചെങ്കിൽ എന്റെ മനസാക്ഷി ശുദ്ധമായിട്ടിരിക്കാൻ വേണ്ടിയാ. But I am a person who keep accountability to keep my conscience ഞാൻ clear. ആരും പേടിച്ചിട്ടൊന്നുമല്ല അക്കൗണ്ടബിലിറ്റി വെക്കുന്നത്. എന്റെ ക്ലിയർ കോൺഷ്യൻസിന് വേണ്ടി, എന്റെ ആ പ്യുവർ കോൺഷ്യൻസിന് വേണ്ടിയാ. I keep accountability for my pure conscience. അപ്പൊ ഐസക്കിനെ നീ കൊടുത്താൽ നീ ദൈവം നിനക്ക് ഐസക്കിനെ അതിനോടൊപ്പം നീ ഇതുവരെ കാണാത്ത അനുഗ്രഹങ്ങൾ കൂടി ദൈവം തരും. If you are ready to let go of Isaac, God will give you blessings you have not seen. ആമേൻ, ഹല്ലേലൂയ. ചോദിച്ച കുഞ്ഞിനെ കൊടുക്കുന്നതിന്റെ പേരാണ് ആരാധന. Giving to the Lord what he ദൈവം asks of എന്ത് is ആവശ്യപ്പെട്ടോ അത് worship. കൊടുക്കുന്നതിന്റെ പേര് ആരാധന. Whatever the Lord ദൈവം requires of ചില you. സമയത്ത് നിന്റെ സമയമാ ചോദിക്കുന്നത്. ദൈവം സമയം ചോദിച്ച് നീ ദൈവത്തിന് സമയം കൊടുക്കുന്നതിന്റെ അതിന്റെ പേര് വർഷിപ്പ്. If the Lord is asking you for time, you giving that time is worship. Sometimes God may ask you your ability. നിന്റെ കഴിവുകൾ ദൈവം ചോദിക്കും, അത് കൊടുക്കുന്നതാണ് ആരാധന. Sometimes God may ask your abilities, that is നിന്റെ worship. സ്ട്രെങ്ത് ദൈവം ചോദിക്കും, നിനക്ക് നിന്റെ ആരോഗ്യം ദൈവം ചിലപ്പോൾ ചോദിക്കും, അത് കൊടുക്കുന്നത് ആമേൻ ആരാധന എന്ന് പറയുന്നത്. Maybe God is asking you your strength, and that is ഞാൻ worship. അതുകൊണ്ട് പറഞ്ഞു, ചർച്ച വന്ന് നിന്റെ ആരോഗ്യ കർത്താവ് ചോദിക്കും. അന്നേരം എന്നെ ഉറങ്ങി കാണിച്ചിട്ട് എന്ത് വല്ല ഗുണമുണ്ടോ? ആരോഗ്യം ദൈവം ചോദിക്കടാ. 1 മണിക്കൂർ നിനക്ക് ഉണർന്നിരിക്കാൻ ചോദിക്കുന്നുണ്ടല്ലേ? പ്രാർത്ഥിക്കാൻ പോയപ്പം പത്രോസേ 1 മണിക്കൂർ എഴുന്നേറ്റിരിക്കാൻ വയ്യോ? നിന്റെ ടൈമല്ല ചോദിക്കുന്നത്, നിന്റെ എനർജി എനിക്ക് തരാമോ? Maybe when you come to church, God is asking you for your energy, but you're sitting and sleeping here as the disciples slept when Jesus went up the mountain to pray. വചന കേൾവിക്കകത്തിരിക്കാത്ത ഒരു വ്യക്തി ഒരിക്കലും ഈ മൂർച്ചയുള്ള വ്യക്തിയായിട്ട് തീരത്തില്ല. എന്നും തണുത്ത് അവിടെ കിടക്കത്തേ ഉള്ളൂ. Those who are not active in hearing the word will never be a sharp person. അങ്ങനെയുള്ളവരെ പിന്നെ കുഴപ്പത്തിലേക്കാ പോകുന്നു. കുഴപ്പം കാണിച്ചുകൊണ്ടിരിക്കും. Such people keep getting into They trouble. fall into troubles. അറിയാതെ അണ്ണോയെങ്കിലും അവർ ചെയ്യുന്ന മുഴുവനും കുഴപ്പമായിട്ട് മാറും. Whatever they do end up in trouble. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നല്ല ക്ലാരിറ്റിയിൽ അബ്രഹാം പറയുന്നത്, ഞങ്ങൾ പോയി ഞങ്ങളെ ആരാധിച്ചിട്ട് വരാം. So Abraham says with great clarity, we will go and we will come കുഞ്ഞുങ്ങളെ back. അനുസരണമാണ് ആരാധന. Obedience is നിന്നോടൊരു കാര്യം worship. പറഞ്ഞില്ല, നിനക്ക് വലിയ ബുദ്ധിമുട്ട് അത് ചെയ്യാൻ, പക്ഷെ നീ അനുസരിക്കുന്നത് ആരാധന. I told you to do something, you have great difficulty doing, but your മോനെ, obedience നീ is your സമയത്തിന് worship. ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞത് നീ കേട്ടോ? അനുസരണമാണ് ആരാധന. Did you hear my word that come on time for worship? That obedience is worship. നീ വചനം വായിക്കണമെന്ന് പറഞ്ഞു, വചനത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു, I asked you to read the അത് word. Did you കേൾക്കുന്നതാണ് hear? ആരാധന. Hearing that word is എല്ലാവരും ഇങ്ങനെ worship. വന്ന് കൈയും പൊക്കി പിടിച്ചു 2 കൈയൊക്കെ അടിച്ചു സ്തോത്രം പറഞ്ഞു അവിടെ ഇരുന്ന് ഉറങ്ങുന്നതല്ല ആരാധന. Worship is not lifting your hands, clapping hands, and then sitting down and sleeping. സംടൈംസ് നമുക്ക് ഈ ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാകാം. അതെല്ലാവരുടെയും ജീവിതത്തിൽ വരാം. പക്ഷേ തിരിച്ചു കയറാൻ ദൈവം വഴിയൊരുക്കും. Sometimes there will be a time where you come down spiraling, ഉൽപ്പത്തി but God will make a 12:10 way. നിങ്ങൾ വായിച്ചു നോക്കി. അവിടെ എഴുതിയിരിക്കുന്ന അബ്രഹാം മലയാളത്തിലില്ല, മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുക ഹി വെന്റ് ഡൗൺ ടു ഈജിപ്റ്റ് എന്ന്, മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയെന്ന്. In Genesis 12 we read that Abraham went down to Egypt. എന്തിനാ ഇറങ്ങിപ്പോയത്? ഫാമിൻ, ക്ഷാമം വന്നപ്പം പെട്ടെന്ന് ക്ഷേമമായി നടത്തുന്നതിനെ വിട്ടുപോയി. Suddenly, because of famine, he left the good നിന്റെ കൈ path. കാശില്ലാതെ വരുന്നവരെ നീ അവിടെ പോയി ബോറോ ചെയ്യാൻ വിചാരിക്കും. നീ വായ്പ വാങ്ങിക്കാൻ, ഞാൻ ഒരു കാര്യം പറയാം, നീ വായ്പ വാങ്ങിക്കാൻ പോലും ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വരുന്നത് കാണാൻ നീ അവിടെ വെയിറ്റ് ചെയ്യും. When there was famine, Abraham went down to Egypt. When there is lack, do not go borrow money. ഇത് പറയുന്നത് എന്താ ചോദിച്ചാൽ, നീ വായ്പ വാങ്ങിക്കുമ്പം യു ആർ ഗോയിങ് ഡൗൺ, താഴോട്ട് നീ ഇറങ്ങിപ്പോവുക. When you are taking a loan, you are going down. മനസ്സിലാവുന്നുണ്ടോ? താഴോട്ട് ഇറങ്ങി പോകാനല്ല നമ്മളെ വിളിച്ചത്. ക്ഷാമം വരുമ്പം ക്ഷേമമായി നടത്തുന്നവരുണ്ട്.
When there is a famine, there is someone who will lead us in Learn from abundance. me. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ള ദൈവം അനുഗ്രഹത്തിന്റെ വർധനവിനെ കാണിക്കാൻ വേണ്ടിയാണ് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിച്ചിരിക്കുക. God wants to intervene in your life because God wants to show His abundance. You take an easy way, shortcut method. വാങ്ങിച്ചാൽ മതിയല്ലോ, നാളെ തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. You try to take the shortcut of just There, growing. ആ ജംഗ്ഷനിൽ നിന്നോണ്ട് പറയണം, ഒരാടെ വാങ്ങിക്കല എന്റെ ദൈവം വിശ്വസ്തനാണ്, ഞാൻ അവിശ്വസ്തനായിരിക്കുമ്പോഴും എന്റെ ദൈവം വിശ്വസ്തനാണ്, എന്നെ നടത്താൻ ഇവൻ മതിയായവനാണെന്ന് പറഞ്ഞാൽ നിന്നെ മലയിലേക്ക് കയറ്റും ഇവൻ. At that point of need, when you say that my Lord is faithful, He will lead you to the mountain. 22-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വായിക്കുന്ന കണ്ടില്ലേ, അബ്രഹാമിനോട് പറയാ, come up to the mountain. That's why God tells Come Abraham, up the mountain. Come up the mountain. നീ കയറി. അബ്രഹാം കയറിപ്പോയി. Abraham went up the mountain. അതാണ് ഈ ആ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ആ സറണ്ടർ ആണ് ആ ഫെയ്ത്ത് എന്ന് പറയുന്നത്. നീ നിന്നെ തന്നെ സമർപ്പിക്കുക. That sort of a surrender is called faith. ഒരിക്കൽ നീ ഇറങ്ങിപ്പോയി കാണുമായിരിക്കാം, പക്ഷെ ദൈവം പറയും, ഇല്ല നീ അങ്ങനെ കിടക്കാനുള്ളല്ലോ, നിന്നെ ഞാൻ മലയുടെ മുകളിൽ കയറ്റും, വിശ്വാസത്തിന്റെ നെറുകയിലേക്ക് കയറ്റും. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും കാണണം നിന്റെ കുഞ്ഞിനെ യാഗം കഴിക്കാൻ നീ പോകുന്നത്. അവരവിടെ നിന്നോണ്ട് വിറ്റ്നസ് ചെയ്യണം. നിങ്ങൾ യാഗം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറയുന്ന വാക്ക് നീ പറയുമ്പോൾ അവരാകാംക്ഷയോടെ ഇരിക്കുക. ഇന്ന് ആ കുഞ്ഞിന്റെ കഥ തീരുമെന്നല്ല. ആമേൻ, നമ്മുടെ യജമാനൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. When your child is asked off for sacrifice, when you go up, people are waiting there to see, and they will see what God has done to my master. നീ സമർപ്പണം ഉണ്ട്, നിന്റെ വിശ്വാസം വർദ്ധിക്കും. അതാണ് നിന്റെ ഷാർപ്നെസ്, നിന്റെ മൂർച്ച എവിടെയാണ്, അത് പോകരുത്. If you have surrender, your sharpness increase. Do not miss it. അത് നീ നഷ്ടമായി, നിന്റെ വിശ്വാസത്തെ നീ കെടുത്തി കളയരുത്. Do not make your faith go dim. ആമേൻ. വിറകുണ്ട്, We have the firewood. ബലിപീഠമുണ്ട്, ആമേൻ, യാഗപീഠമുണ്ട്, The altar is there. തീയുമുണ്ട്, Fire is there. പക്ഷേ യാഗമൃഗം എന്ത്? Where is the object for തീ sacrifice? എല്ലാം ഉണ്ട്, പക്ഷെ യാഗമൃഗം എന്ത്? Where is the animal for എന്ന് പറഞ്ഞാൽ ആ sacrifice? മുട്ടനാട് എന്ത്? എവിടെ പോയി? Where is the lamb for sacrifice? നിനക്ക് അനുസരണമുണ്ടെങ്കിൽ തക്ക സമയത്ത് ദൈവം നിനക്ക് വേണ്ടുന്നതെല്ലാം നിന്റെ അരികിൽ കൊണ്ട് തരുന്നവനാണ്. If you have obedience, God will bring everything that you need for you. എല്ലാത്തിനേക്കാളും വലുതാണ്, ആമേൻ, ഹല്ലേലൂയ, എന്റെ ദൈവം എന്ന് പറയുന്നതാണ് ആരാധന. Beyond everything, my God is there for me is worship. You be there and you are declaring that above all, എല്ലാത്തിന്റെ മുകളിലാണ് എന്റെ ദൈവം. Above everything else is my Above all God. powers, പാട്ടൊക്കെ ഇല്ലേ, എല്ലാത്തിന്റെ മുകളിലാണ് എന്റെ ദൈവം എന്ന് പറ, അതിന്റെ പേര് ആരാധന. Lifting up your hands above shows that my God രാവിലെ is above എഴുന്നേറ്റോടെ everything ഭയങ്കര else. തലവേദന, That's ആരാധനയ്ക്ക് worship. പോകാനൊക്കത്തില്ല, എല്ലാത്തിന്റെ മുകളിലാണ് എന്റെ ദൈവം, ഞാൻ അവനെ ആരാധിക്കുമെന്ന് പറയുന്നതിന്റെ തലവേദന നിന്നെ വിട്ടു. My God is above everything and I will worship Him. നീ Is my തടസ്സത്തിൽ worship. ആസ്വദിക്കുകയാണ്. തടസ്സം You are rejoicing in the obstacle. നമ്മളങ്ങ് തീരുമാനിക്കാവോ, ഇന്ന് പോയിട്ട് വലിയ കാര്യമില്ല. ഞാൻ ഇന്നലെ രാത്രി ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ റോണി പാസ്റ്റർ ഒന്നും പറയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പ്രാർത്ഥിച്ചെടുത്ത് ഭയങ്കര മൂർച്ചയുള്ള വ്യക്തിയാണ്. Today morning you think that Ronnie pastor is not going to speak and then you decide not to. എല്ലാത്തിലും വലുത് എന്തുവാണ്? അനുസരണം. Obedience is above അനുസരണമാണ്, everything else. അതായിരിക്കണം നിന്റെ ആരാധന. അവിടെ That should വിശ്വാസം be your വർദ്ധിക്കും. worship and there your faith പറയുന്ന increases. കാര്യങ്ങൾ കേട്ട് ചെയ്യാൻ നിന്റെ അകത്തൊരു ത്വരയുണ്ടെങ്കിൽ നിനക്ക് നഷ്ടമായതിനേക്കാളും വലുത് കാണാൻ തുടങ്ങും. If you are able to do മൂന്നാമത്തെ beyond what is spoken. മൂന്നാമത്തെ കാര്യമാണ് സ്നേഹം. നിന്റെ ഷാർപ്നെസ് എങ്ങനെ വർദ്ധിക്കുന്നത്, നിനക്ക് മൂർച്ച എങ്ങനെ കൂടുന്നത്, നീ കർത്താവ് ഉദ്ദേശിച്ച ഡെസ്റ്റിനിയിൽ എങ്ങനെ കയറി ചെല്ലും? സ്നേഹം. Love is another important thing that will sharpen you and യോഹന്നാൻ help you reach your യോഹന്നാന്റെ destination. സുവിശേഷം 13-ാം അധ്യായത്തിന് 35-ാം വാക്യം വായിച്ചോളൂ. യോഹന്നാൻ 13-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, കർത്താവ് പറയാണ്, നിങ്ങൾ മറ്റുള്ളവർ അറിയണം നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന്. ശിഷ്യന്മാരാണെന്ന് അറിയണം, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ എന്റെ ഡിസൈപ്പിൾസ് ആണ്. When you love one another. Are you getting me? മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്ത് ഇരിക്കുന്നവരോട് സംസാരിക്കുന്ന, എടാ തമ്മിൽ ഇന്ന് വരെ ചർച്ച വരുന്ന ഒരാളോട് മിണ്ടാത്ത നിനക്ക് ആരോടാ സ്നേഹം? If you don't love one another. You come to the church, നീ വരുന്നു, നീ കഴിയുന്നു, പോകുന്നു, ആരോടാ നിനക്ക് പ്രതിബദ്ധത? ആരോടാ സ്നേഹമുള്ള? തമ്മിൽ സ്നേഹം എങ്ങനെ മറ്റുള്ളവർ മനസ്സിലാക്കും യേശുവിന്റെ ശിഷ്യന്മാരാന്ന്?
How will others know that you are disciples of Jesus when they see you loving one 2 another? മിനിറ്റ് അവിടെ നിന്ന് എങ്ങനെയുണ്ട്? പുതിയതായിട്ട് വന്നതല്ലേ, ഞങ്ങൾ ഞങ്ങൾ ഇത് ഇത്ര നാളായിട്ട് ഇവിടെ ഉള്ളതാണ്. റോണി പാസ്റ്റർ അടിപൊളി കേട്ടോ പാസ്റ്റർ ഒന്നും പറയത്തില്ല. When somebody new comes, will you spare 2 minutes to speak to that person? ആ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ പുതിയതായിട്ട് വന്നവൾ വിചാരിക്കും, അയ്യോ ഒന്നര ഇവിടുന്ന് വിട്ടു പോകേണ്ട സംഭവം. അവർ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. If you don't care to stay back and speak to people, even newcomers will misunderstand എന്റെ you. പിതൃത്വമോ ഞാൻ പഠിപ്പിക്കുന്ന പുത്രത്വമോ ഞാൻ പഠിപ്പിക്കുന്ന പിതൃത്വമോ വല്ലതും രാജ്യത്വം വല്ലതും അവർക്ക് മനസ്സിലാകോ നിന്റെ ഈ പോക്കണക്കെട്ട് ജീവിത രീതി കാണുമ്പോൾ? Will a newcomer understand the things I teach about sonship and kingship looking at your wrong behavior? You are still, you sailing on your boat. നീ നിന്റെ അതേ കപ്പലിൽ തന്നെ തുടങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. Because you are still sailing on your own boat. Amen. Hallelujah. ഈ കോടാലിക്ക് മൂർച്ചയില്ലാതെ മരം എങ്ങനെ വെട്ടിയെടുക്കും? How can you cut the tree without a sharp axe? മരം താഴെ വീഴുമോ? മൂർച്ചയില്ലാതെ കോടാലിയും കൊണ്ട് പോയാൽ മരം താഴെ വീഴുമോ? The tree will not be felled. സ്നേഹമില്ലാതെ ഒന്നും നടക്കത്തില്ല. Without love nothing works. Hallelujah. സ്നേഹത്തിലുള്ള മൂർച്ച, സ്നേഹത്തിനകത്ത മൂർച്ച. In love is sharpness. സ്നേഹത്തിൽ നടക്കണം. We have to walk in love. കയ്പെന്ന് പറയുന്ന സാധനം നമ്മളെ നശിപ്പിച്ചു കളയും. ബിറ്റർനെസ്. We have to destroy. രാവിലെ എഴുന്നേറ്റ് വാൽക്കയുടെ ജ്യൂസ് കുടിച്ചാ ചർച്ച വന്നിരിക്കുന്നത്. You drink the അങ്ങോട്ട് നോക്കിയാൽ എനിക്കൂടെ പേടി തോന്നുന്നു. മൊത്തം കഴിച്ചങ്ങിരിക്കുക. പല്ലും തേക്കത്തില്ല, നാക്കും പഠിക്കത്തില്ല, പിന്നെ മൊത്തം കഴിച്ച അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. Let people, let the other state people, let it hear. People of Tamil Nadu, let them hear. You come here sitting, you come and sit here after drinking the juice of bitterness and your face is dim. രാവിലെ വരുന്നത്. Why do you drink Karela juice and come here? രാത്രിയിലൊന്നും പ്രാർത്ഥിക്കത്തില്ല. കർത്താവേ ഞങ്ങളവിടെ പോയിരിക്കും, കർത്താവേ ഞങ്ങളുടെ അഭിഷക്തനി കൂടെ എനിക്ക് ആവശ്യമുള്ള എന്ന് കേൾപ്പിക്കണം. You have to pray at night. Let the anointed man speak what is required for us. Amen. Hallelujah. കയ്പ് നമ്മളെ നശിപ്പിച്ചു കളയും. ഷാർപ്നെസ് പോകുമെന്ന്. Bitterness can destroy our sharpness. 1 യോഹന്നാൻ 4 അധ്യായത്തിന്റെ 18-19 വാക്യം. അങ്ങനെയൊക്കെ പേടി കയറി വരുന്ന പേടി, ഭയം. That's how fear creeps in. Many people they consume fear. ഭയം എടുത്ത് രാവിലെ ഉച്ചയ്ക്കുമായിട്ട് അങ്ങ് തിന്നുക. Many people consume fear every day. ഫിയർ എന്തുവാ? What is fear? സ്നേഹത്തിൽ ഭയമില്ല. സ്നേഹത്തിൽ ഭയമില്ലെന്ന്. There's no fear in love. ഈ സ്നേഹിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആരാണ്ട് പേടിക്കേണ്ട കാര്യമുണ്ടോ? When you begin to love, പേടി എല്ലാവരും പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമുള്ളവരുടെ അകത്ത് ബേസിക്കലി മനസ്സിലായി പേടിയാന്ന് പറയുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ഭയം അല്പം പോലും ഇല്ല, സ്നേഹം അല്പം പോലും ഇല്ല. if you say that you fear, there is no element of love in you. സ്നേഹത്തിൽ ഭയമില്ല. ഭയം എന്താ പറയാ? ഭയം പണിഷ് ചെയ്യും നമ്മളെ. അയ്യോ എങ്ങനായി തീരും നിങ്ങളുടെ ആ 4 പ്രാവശ്യത്തെ ചോദ്യമില്ല, നിങ്ങളെ അടിച്ചു താഴെ ഇടും. Fear has to do with torment or punishment. തികഞ്ഞ സ്നേഹം എന്താ ചെയ്യുന്നത്? പെർഫെക്റ്റ് ലവ് എന്ത് ചെയ്യുന്നത്? Cast out. Perfect love will cast out fear. എന്താ? ഭയത്തെ പുറത്താക്കി കളയും. Perfect love will cast out fear. അതുകൊണ്ട് പറയുന്നത് ദൈവം സ്നേഹമാണെന്ന്. 19-ാം വാക്യം. God is love. 19-ാം വാക്യം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം ലിസൺ, ദൈവം നമ്മളെ സ്നേഹിച്ചോണ്ട് നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നത്. Because God loved us, we love each other. അല്ലെ എങ്ങനെ സ്നേഹിക്കുന്നത്? ദൈവം നമ്മളെ സ്നേഹിച്ചു. അവൻ സ്നേഹമാ ദൈവം. God is love. ആ സ്നേഹം ഏറ്റെടുത്താല് ദൈവത്തെ പോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. We have to receive that love first, even to love God. അനുസരണം ആരാധന ഞാൻ പറഞ്ഞ പോലെ ഈ അനുസരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ അകത്ത് ഭയമല്ല വരുന്നത്, സ്നേഹം ഒഴുകാൻ തുടങ്ങും. When you obey, love will begin to flow through us. നമ്മൾ ആരോട് റോങ് മെസ്സേജ് പറയല്ലോ, അയ്യോ ഞാൻ ദൈവമായിട്ടുള്ള ബന്ധം, ഞാൻ നല്ല അനുസരണമൊക്കെ, പക്ഷേ ഉണ്ടല്ലോ മൂത്രം ഒഴിച്ച് പാമ്പർ എത്തണം മാറിയെന്നറിയാം. മൊത്തം ഭയങ്കര പ്രശ്നമാകട്ടോ. ഞാൻ ഭയങ്കര ആരാധന. ഞാൻ ദൈവം എന്തോ പറഞ്ഞാലും ഞാൻ കേൾക്കും. യഹോവ എന്തോ പറഞ്ഞാലും ഞാൻ കേൾക്കും. If you say that you have great obedience but still fear, then there is no love in you. യഹോവ എന്ന് പറയുമ്പോഴേ നമുക്ക് പേടിയാ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും അടിച്ചു കൊല്ലുന്ന ഒരാളായിട്ടാണല്ലോ ഇരിക്കുന്നത്. And you say Jehovah, എന്നാ നമ്മൾ പറയാ കർത്താവിന്റെ ഇടയനാകുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ പടുത്തു. ഞാൻ കണ്ട എന്റെ ദൈവം ഇത്രയും സ്നേഹമുള്ള ദൈവം. The Lord whom I saw is a loving God. എനിക്ക് യേശു വെളിപ്പെടുത്തി തന്ന ദൈവം എന്തോ സ്നേഹമുള്ള പിതാവ്.
What a loving father Jesus is. അതുകൊണ്ടാ പറഞ്ഞ മോശ കാണിച്ച ആളെന്ന് എനിക്ക് കാണണ്ട, എനിക്ക് എന്റെ രക്ഷകനായിരിക്കുന്ന, എന്റെ വഴിയായിരിക്കുന്ന, എന്റെ സത്യമായിരിക്കുന്ന യേശു വെളിപ്പെടുത്തിയത് ആരെയാണ്? അവൻ സ്നേഹത്തിന്റെ നിറമാകുന്നു. I don't want to see the one who Moses revealed. What Jesus revealed, he is all love. ആമേൻ. അതുകൊണ്ട് ഈ യോഹന്നാൻ 5-ാം അധ്യായത്തിന് 45-ാം വാക്യം കൂടെ പറയുന്നത്. കാര്യം ഈ വണ്ടിലും പെട്ടിലും ഒക്കെ ഓരോരുത്തർ കയറി വന്നിരുന്ന അവര് എന്നാണ് ഈ പാട്ട് വെച്ച അലറിയിട്ട് പോയത് എന്നാന്ന് വിചാരിക്കും. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. യേശു പോലും പറയുന്നത് മോശയല്ല, ഞാൻ പ്രത്യാശ, ഞാനാ തരുന്ന പ്രത്യാശ. That's why I often quote John 5:45. It is not Moses, it is me. 5:45. ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ പറഞ്ഞ് അപ്പുറത്തിരിക്കുന്ന ആൾ കൈ എടുത്ത് പറയാ, യേശു നിന്നെ എല്ലാം കുറ്റമായിരിക്കുന്ന. ഒരിക്കലും യേശു കുറ്റപ്പെടുത്തത്. എൻ്റെ ഒരു പേപ്പർ തന്നു കഴിഞ്ഞാൽ ഞാനെന്തെല്ലാം എഴുതി കതരുമെന്നറിയാം. ഇന്ന് തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പേപ്പർ ഇങ്ങോട്ട് തരണം. അതിപ്പോൾ പരസ്യമാക്കി പറയാൻ ഒക്കത്തില്ല, കാര്യം പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ആഹാരം കിട്ടേണ്ടിയല്ലേ. കുറ്റം. എന്താ യേശു എന്തോ ചെയ്യുന്നത്? യേശു എന്തോ ചെയ്യും? യേശു പിതാവിന്റെ മുമ്പിൽ നിങ്ങളുടെ തലയ്ക്കകത്തോട്ടൊന്ന് കേട്ടിക്കേ. നിന്റെ തലയ്ക്കകത്തോട്ടൊന്ന് കേട്ടിക്കേ. യേശു നിന്നെ കുറ്റം പറയത്തില്ലെന്നല്ലേ? പിതാവിന്റെ മുമ്പിൽ കുറ്റം പറയാത്ത ഒരുത്തനുണ്ടെങ്കിൽ അവൻ യേശു അല്ലേ? അവന്റെ പേരല്ലേ യേശു എന്ന്? If there is one person who doesn't accuse us before the Father, it is Jesus. നിങ്ങൾ നോക്കിയാൽ കുറ്റപ്പെടുത്തുന്ന ഒരുത്തനുണ്ടെന്ന് യേശുവാ പറഞ്ഞത്. കുറ്റപ്പെടുത്തുന്നു, അവന്റെ പേരെന്തുവാ? There is one who accuses us and his name is Moses. ഞാൻ ഇങ്ങനെ പറയും, മോശ കാണിച്ചവനാ കുറ്റം പറയുന്നത്. One who showed Moses is the one who accuses. മോശ ആരെ കാണിച്ചോ അവനാ കുറ്റപ്പെടുത്തുന്നവൻ. Whom Moses revealed. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. You have put your trust in Moses. ഞാൻ വന്നത് കുറ്റപ്പെടുത്താനല്ല, നിങ്ങളെ രക്ഷിക്കാനാ. I have not come to condemn you, but I have come to save you. അതുകൊണ്ടല്ല അവന്റെ പേര് രക്ഷകൻ എന്നല്ലേ അവന്റെ പേര്. That's why his name is Jesus. അവന്റെ പേര് രക്ഷകൻ എന്ന് വന്നത് എന്തുകൊണ്ടാ? സേവ്യർ എന്ന് വന്നത് എന്തുകൊണ്ടാ? സകല മനുഷ്യരും പാപത്തിലായി പോയി, അനുസരണക്കേടിനായി പോയി. അവരെല്ലാവരും രക്ഷിക്കുക. അല്ല, ഒരു ഗ്രൂപ്പിനെ മാത്രം രക്ഷിക്കാനല്ല വന്നത്, സകലവരും. All mankind was in sin and Jesus came to save us. Hallelujah. Hallelujah. Amen. Hallelujah. പാട്ടിന്റെ ട്യൂണും അതിന്റെ വേർഡ്സ് അതിന്റെ ലിറിക്സ് ഒന്നും അല്ല വിഷയം. നിന്റെ ഹൃദയത്തിന്റെ നിന്റെ ഹൃദയമാ കർത്താവിന് അറിയേണ്ടത്. God is not bothered about the tune or the lyrics. God wants to know your heart. അയ്യോ, ഈ ഭാര്യ ഉണ്ടല്ലോ, ഭാര്യ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഈ ഭാര്യ പാട്ട് പാടുമോ കുഞ്ഞ് ഉറങ്ങാൻ വേണ്ടി? അപ്പുറത്ത് ഉറങ്ങി കിടക്കുന്ന ഭർത്താവ് മേടിച്ച് ഇറങ്ങി അപ്പുറത്തെ മുറി പോയി. ഡാനിയുടെ കാര്യമല്ല പറഞ്ഞ് അറിയത്തില്ല. കാര്യം നല്ല ഈണത്തിലാ പാടുന്ന അമ്മയുടെ വിചാരം. ഭർത്താവ് മേടിച്ച് അപ്പുറത്തെ മുറിക്കകത്ത് പോയി. The mother is trying to sing a song. Look at that baby. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് അവരുടെ ശബ്ദം ഒന്നുമല്ല, കുഞ്ഞിനെ താരാട്ട് മനസ്സിലായി, ലല്ലബായ്. അത് വളരെ ശാന്തമായിട്ട് ഉറങ്ങുന്നുണ്ട്. കാരണം ഈ ബോധമുള്ള കേട്ടോ, ഇങ്ങനെ വലിയ ബോധമൊക്കെ വലിയ ബുദ്ധിയും ഉള്ള പുള്ളിയോ ഭയങ്കര ക്രിട്ടിക്കുക. അവൻ ചാടി അപ്പുറത്തെ മുറിക്കകത്ത് പോകും. അവനെ സഭയൊക്കെ മാറി ഇങ്ങനെ നടക്കുന്നത്. ഒരിടത്തും ഫിറ്റ് ആകത്തില്ല. A mother who sang a lullaby to the baby out of tune. The husband couldn't bear it, but for the baby it was a sweet lullaby. ഇവിടെ ലാംഗ്വേജ് അല്ല വിഷയം, ഹൃദയം. അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ആ വാക്ക്, ആ ട്യൂൺ വരുന്നത്, ആ സംഗീതം വരുന്നത്. It's not the tune, but what came from the heart of the mother. നിങ്ങൾ ശ്രദ്ധിച്ചു, കുഞ്ഞു ചെറിയ കുഞ്ഞു ഉറങ്ങും. After some time the child will sleep. മറ്റേ ആള് ഇത് ഓർത്തിട്ട് 1 മാസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഭർത്താവ് ഈ പാട്ട് എന്തോ പാട്ടാന്ന് പറഞ്ഞ് അവൻ എപ്പോഴും ഞെട്ടി എഴുന്നേക്കും രാത്രി. Husband who heard the song still cannot digest it and sleep. ദൈവത്തോടുള്ള സ്നേഹം കുറയരുത് കേട്ടോ. Should not reduce our love to the Lord. Amen. Hallelujah. ദൈവത്തോടുള്ള സ്നേഹം ഒരു കാലത്തും കുറയ്ക്കരുത്. Never grow cold in your love. അപ്പോഴേ നിന്റെ കുടുംബത്തിനകത്ത് ആ സ്നേഹം ഒഴുകാൻ തുടങ്ങത്തുള്ളൂ. That's when the love will begin to flow in your family. ദൈവത്തോടുള്ള സ്നേഹം നിന്റെ ശക്തമാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ആ സ്നേഹം ഒഴുകാൻ തുടങ്ങും. If the love that you have for the Lord is strong, ദൈവസ്നേഹം പിടിച്ചു വെക്കാൻ നോക്കത്തില്ല. ദൈവസ്നേഹം ഒഴുകുന്ന സ്നേഹമാണ്. നീ കൊതിക്കണം, എന്നിൽ കൂടെ ആ സ്നേഹം ഒഴുകാൻ. That love is not something you can contain. You should allow it to flow through you. സ്നേഹത്തിൽ 2 കാര്യങ്ങൾ നടക്കും കേട്ടോ.
Two things happen in love. സ്നേഹത്തിൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ 3:16 എല്ലാ ഭിത്തിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തോ എഴുതിയിരിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിപ്പാൻ അവനെ നൽകിയെന്നല്ല എഴുതിയിരിക്കുന്നത്. അവനെ നൽകിയെന്നല്ലേ കൊടുക്കുമല്ലായിരുന്നു ദൈവം ചെയ്തത്. God was doing giving his son to us. അവനെ കൊടുക്കണമെങ്കിൽ അവൻ എന്തുവാ ചെയ്തത്? ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് നൽകണമെങ്കിൽ അവൻ ആദ്യം ചെയ്തത് എന്തോ? ഫോർഗിവ്നെസ്, ക്ഷമിച്ചു. ഇപ്പൊ സ്നേഹത്തിനകത്ത് നിഴലിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ഭാവം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, ഫോർഗീവ്, മറന്നു കളയുക. Forgiveness is the first thing that happens in love. Forgiveness. സ്നേഹത്തിൽ അതല്ല നമ്മൾ കൊടുക്കേണ്ടത്. കൊടുക്കുക എന്ന് പറയുന്ന സാധനത്തിന് സ്നേഹത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. Giving should be done in love. എന്തൊക്കെയാ കൊടുക്കേണ്ടത്? റെസ്പെക്ട് കൊടുക്കണം, ഓണർ ചെയ്യണം, ബഹുമാനിക്കണം. Give respect and honor. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കണം. ചിലരിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഞാനതെല്ലാം ക്ഷമിച്ചിരിക്കുക, പക്ഷെ മറക്കത്തില്ല. Forgiveness is part of love, and you say that you are forgiven. ഈ ചർച്ചിലൊക്കെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയും, ഇത്ര വർഷങ്ങളായി എൻ്റെ കൂടെ ഇരിക്കുന്നവരുടെ അകത്ത് ഉള്ള സാധനം ഞാൻ ഇന്നിപ്പോൾ പൊട്ടിക്കാൻ വേണ്ടിയാ പറയുന്നത്. നിനക്ക് ആരാധനയ്ക്കൊക്കെ വരുന്നുണ്ട്, പക്ഷെ നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഗുണം പിടിക്കത്തില്ല. You come to worship, but you are നന്നായി unable to വരത്തില്ല, forgive. ക്ഷമിക്കാൻ കഴിയുന്നില്ല. You are unable to forgive. അപ്പൊ സ്നേഹം എങ്ങനെ ഒഴുകും? How can ക്ഷമിക്കുന്നില്ലെങ്കിൽ. love flow? എന്നിട്ടില്ല പറയുന്നവരുടെയൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെയാ, പക്ഷെ അകത്ത് മുഴുവൻ ഈ കയ്പ് കിടക്കുക, ക്ഷമിക്കാൻ കഴിയുന്നില്ല. There is a lot of bitterness in you. ക്ഷമിക്കുക. Forgive. രണ്ടാമത്തെ കാര്യമാണ് ലവ് കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻ എന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ ബഹുത്വത്തെ മറച്ചു പിടിക്കുന്ന സ്നേഹം. The second point is that love covers multitude 1 of പത്രോസ് sins. 4:8 സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത പത്രോസ് അപ്പോസ്തലൻ പറയാണ്, സ്നേഹം എന്ത് ചെയ്യോ? നിന്റെ പാപങ്ങളുടെ ബഹുത്വത്തെ മറച്ചു പിടിക്കുമെന്ന്. Love covers a multitude of sins, as it says in 1 Peter 2:4-8. എന്ന് പറഞ്ഞാൽ നീ കുരുത്തം കേടിന്റെ ആശാനാന്ന്. That means you're really wrong. നീ പറഞ്ഞാൽ കേൾക്കാത്തവനും നന്നാക്കാത്തവനാണെന്ന് ദൈവത്തോട് അറിയാം, പക്ഷെ ദൈവത്തിന്റെ സ്നേഹം നിന്റെ കുറവുകളെ മറച്ചു പിടിക്കും. God knows that you are a troublemaker, but his love will cover you. സ്നേഹം പാപത്തെ മറയ്ക്കുന്നത്. Love covers sins. പ്രാർത്ഥനയിലൊക്കെ മറച്ചു പിടിക്കുന്നതിന്റെ പേരാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. പ്രാർത്ഥനയിലൊക്കെ മറച്ചു പിടിക്കണം. We have to cover in prayer. ആരും പെർഫെക്റ്റ് അല്ലെന്നേ. Nobody is perfect. അപ്പുറത്തോട്ട് കൈ കൊടുത്ത് ചോദിച്ചു, എനിക്ക് മനസ്സിലായി ഒട്ടും പെർഫെക്റ്റ് അല്ല. Tell the person next to you, I know you're not perfect. അതെല്ലാം കൂടെ വിളിച്ചു പറയരുത്. സത്യമായിട്ട് ഞാൻ ഭാര്യ ഭർത്താക്കന്മാർ, എന്നെ കേൾക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം വിളിച്ച് പറയരുത്. ആരും പെർഫെക്റ്റ് അല്ല. Husband and wife, do not make the faults of your spouse public. Nobody is കുഞ്ഞുങ്ങളുടെ perfect. കുറ്റം പോയി വല്ലവരോടും പോയി പറയരുത്. എത്ര പേര് എന്റെ അടുക്ക് വന്ന് വെച്ച് കുഞ്ഞുങ്ങൾ, അതൊക്കെ ചിലപ്പോൾ കൗൺസിലിന് വേണ്ടി വന്ന് പറയാം, അല്ലാതെ ചുമ്മാ പറഞ്ഞ ആവശ്യമില്ലാത്തവരോട് പോയി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുറ്റം പറയരുത്. Please don't speak ill about your children to പിള്ളേർ others. എന്ന് വെച്ചാൽ അപ്പന്റെ അമ്മയുടെ കുറ്റം വല്ലവരോടൊക്കെ നാട്ടുകാരോടൊന്നും പോയി പറയരുത്. Children, do not speak ill of your parents to others. ഭർത്താവ് ഭാര്യയുടെ കുറ്റം വേണ്ടാത്തവരോടൊന്നും പോയി പറയരുത്. Don't speak about your husband or wife to unnecessary people. പകരം എന്താ ചെയ്യുന്നത്? നീ അവരുടെ കുറവുകളെ നീ മറച്ചു പിടിക്കണം. Instead, you must cover the mistakes of അവിടെ them. ഷാർപ്നെസ് നീ അതിന്റെ മൂർച്ച കളയാതെ നീ അത് സൂക്ഷിക്കണം. നിന്റെ മൂർച്ച നീ കളയരുത്. Don't lose your sharpness. ആമേൻ, ഹല്ലേലൂയ. അല്ലേ, മൂർച്ച പോകും. Otherwise, you lose your sharpness. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഒത്തിരി കുറവുള്ള മനുഷ്യരെ ഞാൻ. I have a lot of faults. ഒത്തിരി കുറവുള്ള, സത്യമായിട്ട് ഞാൻ പറയാം, ഒത്തിരി കുറവുള്ള ആളാണ് ഞാൻ. എനിക്കതിനെ അറിയാം, ഒത്തിരി കുറവുണ്ട്. I know that I have a lot of flaws. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെ കവർ ചെയ്ത് പിടിക്കണം. You must cover me in നിങ്ങളുടെ your prayer. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ മറച്ചു പിടിക്കണമെന്ന്. Cover me in your prayers. എല്ലായിടത്തും ഒക്കെ പോയിരുന്നത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? If you're going to go out to someone else and speak about my flaws, ഒന്ന് പറഞ്ഞോ മോനെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞു, ഞാൻ ഒത്തിരി കുറവുള്ള ആളാണ്, എന്റെ കാര്യമല്ല നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു. കുറവുകളുണ്ട് എല്ലാവർക്കും, പക്ഷെ മറച്ചു പിടിച്ച് പ്രാർത്ഥിക്കണം. everyone has shortcomings. ആമേൻ, ഹല്ലേലൂയ. മൂർച്ച നഷ്ടപ്പെട്ടു പോകും. Otherwise you will lose your ആമേൻ. sharpness. നിന്റെ മിസ്സിംഗ് ആക്സ്, നിനക്ക് നഷ്ടപ്പെട്ടു പോയ കോടാലി ഇന്ന് തിരികെ കെട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് നീ സ്നേഹത്തിൽ സകലതിനെ മറച്ചു പിടിച്ചോണം. Today is the day you are getting your axe back, so cover ഒരു everything. മിറാക്കുലസ് റെസ്റ്റോറേഷൻ, ഇതുവരെ കാണാത്തത് പോലെയുള്ള ആമേൻ, ഹല്ലേലൂയ, ഒരു മടങ്ങി വരവ്, ആമേൻ, തിരികെ കിട്ടൽ ഇന്ന് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. Let there be a miraculous restoration happening today in നിങ്ങൾ Jesus' ആഗ്രഹിച്ച name. ലൈഫിൽ നിനക്ക് മിസ്സായതൊക്കെ ഇന്ന് തിരികെ കിട്ടണം. Whatever you missed, you must get back. നഷ്ടപ്പെട്ടു പോയ അഭിഷേകം അത് തിരികെ വരട്ടെ.
Lost anointing should be restored. ദൈവത്തിന് കൊടുക്കുന്നതിനകത്ത് നീ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ദൈവത്തിന് കൊടുക്കുന്നില്ല, നഷ്ടപ്പെട്ടു പോയോ? അത് മടങ്ങി വരണ്ടായോ? You have fallen short in your giving to the Lord. Let that come back. ദൈവം നിന്നെ വർദ്ധിപ്പിച്ചതാണ്. God has increased you. അന്നേരം നീ പറഞ്ഞ പ്രോസ്പെരിറ്റി, ഇത് പ്രോസ്പെരിറ്റി, അയ്യോ ഇതൊക്കെ നമുക്ക് പാപമാണ്, ഇത് പിശാചാണെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ നന്മകളെ നീ ചവിട്ടിത്തേച്ച് കളഞ്ഞില്ലേ? ഇന്നത് മടങ്ങി വരണം. All the blessings that you are about to receive, you stamped it underfoot. Let that come to you. ഇത് ദൈവത്തിൻ്റെതല്ല, ഈ പ്രോസ്പെരിറ്റി ഒന്നും ദൈവത്തിന്റെ അല്ല, കഷ്ടതയാ ദൈവത്തിൻ്റെന്ന് കേട്ട് ഞാൻ എന്റെ പ്രോസ്പെരിറ്റി നിർത്തി. You are against prosperity. ഇന്നത് മടങ്ങി വരണം. നീ ബ്ലോക്ക് ചെയ്തത് മാറിയിട്ട് അതെല്ലാം മടങ്ങി വരണം. But whatever you blocked, right now it should come back. നീ എരന്ന് നടക്കാനുള്ള വ്യക്തിയല്ലെന്ന്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നടക്കാനുള്ള വ്യക്തിയാണെന്ന്. You are called to walk in the standard of God, not for begging. അതുകൊണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ അതിനുള്ള കൃപത, എനിക്ക് ആ നഷ്ടമായതെല്ലാം മടങ്ങി വരാനുള്ള കൃപത. God, give me grace that I will restore everything that അതിനാ I've ചോദിക്കുന്നത്. lost. ആമേൻ, ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 6 അധ്യായത്തിന്റെ 5 തൊട്ട് 7 വരെ വായിക്കുന്നവരുടെ ചോദിച്ചും, നീ മഴു എവിടെ നഷ്ടപ്പെട്ടത്? Where did you lose your axe? മഴു നഷ്ടപ്പെട്ട എവിടെന്ന് കാണിച്ചു കൊടുക്കണം ആദ്യം. You have to first show me where you നിന്റെ lost. ആക്സ് ഹെഡ്, നിന്റെ ഷാർപ്പൻഡ് ആമേൻ ആ ഉപകരണം, നിന്റെ ആ മൂർച്ചയുള്ളത് എവിടെ നഷ്ടപ്പെട്ടെന്ന് നിനക്കറിയാമോ? Do you know where you lost what was sharp? നീ അത് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ വന്നവൻ അത് പൊക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. Only if you show, then the person who came can lift it up. നഷ്ടപ്പെട്ടത് എവിടെന്ന് നമ്മൾ അറിയണം. You should know where you lost it. മനസ്സിലാക്കുന്നുണ്ടോ? നഷ്ടം വന്ന് കാണും, പക്ഷെ നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് മനസ്സിലാക്കണം. Where you lost, you must know. അതുകൊണ്ട് പറഞ്ഞ ഈ പത്രത്തില് ഈ വാട്സാപ്പിനകത്തൂടെ ഒക്കെ ഇങ്ങനെ മെസ്സേജ് പോകുമല്ലോ. പണ്ട് പത്രത്തിനകത്തായിരുന്നു, ഇപ്പം പത്രം ഒന്നും ആരും വരുന്നത് വാട്സാപ്പിനകത്തൂടെ. ഒരു കുഞ്ഞിനെ കാണാനല്ല, ഒരു പെൺകൊച്ചിനെ കാണാനെല്ലാം പറഞ്ഞ് വാട്സാപ്പിനകത്തൂടെ മെസ്സേജ് പോയി. There's a WhatsApp message that's going around in circles about a കൊച്ചിനെ child missing. കാണാനില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായാലും ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിനെ കിട്ടി. After some time the child അത് was found. സ്കൂളിലെ ബസ് മാറി കയറിപ്പോയി, പക്ഷെ തിരികെ വന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിനെ കിട്ടി. After 1 hour they found the child. പക്ഷെ ഈ കൊച്ചിനെ കിട്ടി കഴിഞ്ഞിട്ട് ഈ മെസ്സേജ് ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. But even after finding out the child, the message still goes പ്രശ്നം around. എന്താണെന്ന് ചോദിച്ചാൽ ഈ കൊച്ചിന് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. വെളിയിൽ ഇറങ്ങി ആരെല്ലാം പിടിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. The child cannot go out. Whoever catches the child will take her back home. കൊച്ചിനിപ്പം പ്രശ്നമായി. വെളിയിലോട്ട് ഇറങ്ങിയാൽ പറഞ്ഞാൽ ആരെല്ലാം പിടിച്ച് തിരിച്ച് ഇത് നഷ്ടപ്പെട്ടതാണെന്ന് പറയും. Whenever the child goes out, somebody will catch the child and send her back home. എന്തെങ്കിലും ആട്ടെ, നിന്റെ നഷ്ടപ്പെട്ടത് എവിടാന്ന് നിനക്കറിയാമോ? you ഇന്നത് know where മടങ്ങി you have നീ ആ lost? നഷ്ടപ്പെട്ട സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാമോ? അവിടെ where നിനക്ക് you have മടക്കിക്കൊണ്ടുവരുവാനുള്ള, നിന്റെ മൂർച്ച കൂട്ടുവാനുള്ള, നിന്റെ അഭിഷേകത്തെ മടക്കിക്കൊണ്ടുവരുന്ന, നിന്റെ സാമ്പത്തിക നന്മകളെ മടക്കിക്കൊണ്ടുവരുന്ന, നിന്റെ സന്തോഷത്തെ, നിന്റെ സമാധാനത്തെ, നിന്റെ കുടുംബത്തിനകത്തുള്ള സ്വസ്ഥത മടക്കിക്കൊണ്ടുവരും. എവിടെയാണോ നഷ്ടപ്പെട്ടത്? Where did you lose your things? Where did you lose your peace in your house, in your wealth, wherever that is? ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള കൃപ, അറിവ് നിനക്ക് വേണം. ചൂണ്ടിക്കാണിച്ചു You should be able to point out where it was lost. നിങ്ങൾക്ക് മനസ്സിലായില്ല, പല കാര്യങ്ങളും നമ്മുടെ അറിവില്ലായ്മയ്ക്കകത്ത് നഷ്ടപ്പെട്ടു പോയി. എനിക്കിങ്ങനത്തെ വചന സംസാരത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയി. എന്റെ കർത്താവ് ഇവിടെ വെച്ച് മിസ്സായി പോയി, ഞാൻ ഇവിടെ വെച്ച് മിസ്സായി പോയി, കർത്താവ് എനിക്ക് റെസ്റ്റോർ ചെയ്തു തന്നു. There are things I have lost in the world. ഞാൻ ആദ്യം ഇറങ്ങിയ സമയത്തൊക്കെ പെന്തക്കോസ്റ്റൽ ഒരു തിങ്കിങ്ങിനകത്ത് ഞാനും പോയത്, ലീഗലിസോ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ മുമ്പിൽ വരുന്നവരെ കശക്കി ഞാൻ ശരിയാക്കി അവിടെ ഇരുത്തുമായിരുന്നു. Initial days I had missed out on certain things because അഭിഷേകം ഒഴുകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ അകത്തും ഈ സാധനം കയറി. അഭിഷേകത്താൽ എല്ലാത്തിനും പിടിച്ചു കെട്ടി വെക്കുന്നത്, എന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു അവിടെ വെച്ച്. When I started binding people in my anointing, I lost my anointing. ആമേൻ. അവിടെ സ്റ്റേജ് ചെയ്യുന്നോണ്ട് പറഞ്ഞാൽ മതി, അടിച്ചു തെറിച്ച് ഞാൻ പോകുന്നിടത്ത് ഞാൻ അനങ്ങാതായി, പിന്നെ സ്റ്റിഫായി പോയി. And then I became stiff. അപ്പൊ ഞാനും കർത്താവേ അത് പറ്റത്തില്ല, എനിക്കത് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എനിക്കതെല്ലാം മടക്കി തന്നു. And when I pointed out that wrong, God restored those Are you in a stage to show him where you lost that? നീ എവിടാണ് നിനക്ക് അത് നഷ്ടപ്പെട്ടെന്ന്? ആമേൻ. ഹല്ലേലൂയ. നിനക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? Are you able to show the Lord where you have lost? Where did I stop trusting God? ദൈവത്തോടുള്ള ആശ്രയം എവിടെ വെച്ചാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്? Where did I stop trusting God? രോഗം വന്നപ്പോൾ ചിലർക്ക് രോഗം വന്നു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു സൗഖ്യമായില്ല, ഉടനെ എന്തോ ചെയ്തു, ദൈവത്തോടങ്ങ് ഇഷ്ടക്കേടായി. Probably you prayed for healing, it didn't happen, then you started disliking God. ദൈവത്തെ സംശയിച്ചു. You started doubting. ദൈവത്തിന് ദൈവം സൗഖ്യമാക്കത്തൊന്നുമില്ല. You started doubting. നമ്മൾ 10 പേരോട് അങ്ങ് പറയും, ചുമ്മാ മരുന്ന് കഴിച്ചോണേ, ദൈവം സൗഖ്യമാക്കത്തൊന്നുമില്ല. You started doubting in You divine stopped there. healing. നീ അവിടെ നിർത്തി, നിന്റെ മുന്നേറ്റങ്ങൾ നിർത്തി അവിടെ നീ. You stopped your progress. ഇന്ന് കാണിച്ചു കർത്താവേ, ഇന്ന സമയത്ത് ആ തലവേദന വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പം
ഞാൻ സൗഖ്യമായില്ല. അവിടെ നിന്നോടുള്ള ബന്ധം നഷ്ടപ്പെട്ടെന്ന് നിനക്ക് കാണിച്ചു കൊടുക്കാനുണ്ടോ? Are you able to show where you have lost? ഒരു ഹോണസ്റ്റ് റിഫ്ലക്ഷന് വേണ്ടി ആഗ്രഹിച്ച് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഒരു പ്രതിഫലനം, ഒന്ന് കർത്താവിന്റെ അടുക്കൽ ഒന്ന് തുറന്നൊന്ന് കാണിച്ചു കൊടുത്തു. Have an honest reflection before the ആ Lord. സ്നേഹം ഇവിടെ നഷ്ടപ്പെട്ടു പോയത്. Where did you lose your love? നീ ആശ്രയിച്ച വ്യക്തി നിന്നെ എതിർത്തപ്പോൾ നിന്റെ The സ്നേഹം person you നഷ്ടപ്പെട്ടു. trusted, നീ ഇഷ്ടപ്പെട്ട വ്യക്തി നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് തള്ളിയത് നീ എല്ലാവരിൽ നിന്നും person you loved rejected you, so you are going away from everyone. അതൊരു എക്സ്പീരിയൻസ്. ഒരു റിജക്ഷൻ എന്ന് പറയുന്നത് നിനക്ക് താങ്ങാൻ പറ്റത്തില്ല. നിന്റെ സ്നേഹം, നീ കാണിച്ച സ്നേഹത്തെ തള്ളിയപ്പോൾ നീ ആരെ സ്നേഹിക്കാത്ത വ്യക്തിയായി തീർന്നു. When somebody rejected you, you became so hard-hearted. നീ സാമ്പത്തിക നന്മ കൊടുത്തിട്ട് ആ വ്യക്തി തന്നെ നിനക്ക് എതിരായി നിന്നപ്പോൾ നീ നിർത്തി. You bless somebody financially, but the person turned against you. You stopped giving. അന്നേരം നീ പറഞ്ഞു, ഇനി മേലെ ഞാൻ ആരെയും സ്നേഹിക്കത്തില്ല, മേലെ ഞാൻ ആർക്കും ഒരു നന്മയും കൊടുക്കത്തില്ല. And then you said, never again I will bless anyone. This is that day. ഇന്ന് നീ കർത്താവിനോട് പറയാം, അവിടെ വെച്ച അവൻ ഇന്ന വ്യക്തിയെ ഞാൻ സഹായിച്ചപ്പോൾ അയാളുടെ വാക്കുകൾ അവിടെ വെച്ചാണ് എനിക്ക് നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അവന്റെ കയ്യിലിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ കമ്പിനെ എറിഞ്ഞ് നിനക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കിക്കൊണ്ട് വരുവാൻ അവൻ മതിയായവനാണ് നീ വിശ്വസിച്ച്. Are you able to show the Lord and tell him clearly, I gave to this person but I was hurt in this area? Then the Lord is able to restore everything back to സ്നേഹിച്ച വ്യക്തി you. നിന്നെ തള്ളി പറഞ്ഞപ്പോൾ നീ നിന്റെ ഹൃദയം സ്നേഹത്തിൽ നിന്ന് അകന്നു. Cause of one joker who hurt you. Somebody hurt you and you walked away from God's love. അവരെല്ലാം അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചു. ഇവന് കളിയാക്കി, Somebody നിന്നെ made fun ബഫൂണാക്കി. of you. ആമേൻ, ഹല്ലേലൂയ. നിന്നെ കളിയാക്കി, നീ തകർന്നു പോയി. ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ഒരുത്തനെ ഞാൻ സ്നേഹിക്കത്തില്ല. And then you decided, I will never again love anyone. ഹല്ലേലൂയ. Hallelujah. കാണിച്ചു കൊടുക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്ക്. എവിടെ Show വെച്ചാ the Lord. നിനക്ക് എവിടെ ആ സ്നേഹം നഷ്ടപ്പെട്ടത്? Where Show did you him. lose the love? Lord, ആമേൻ, ഹല്ലേലൂയ. Here I lost that love. ഇവിടെ വെച്ചാ എനിക്ക് മനുഷ്യരോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. Show the കാണിച്ചു Lord കൊടുക്കാം. where you have lost that love. ആമേൻ, ഹല്ലേലൂയ. ഇവിടെയാണ് ഞാൻ മുറിവേറ്റത്. This is the place where I was ഇവിടെയാണ് ഞാൻ മുറിവേറ്റ് തകർന്നു പോയത്. This is where I was hurt and broken. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയോട് ഇന്ന് ക്ഷമ പറയാൻ അവിടെ ഇരുന്നുകൊണ്ട് പറ, കർത്താവേ, ആ വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് എനിക്ക് ഇത്ര ഉടച്ചകൾ സംഭവിച്ചത്. ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. I want to forgive that person because of this person. There was so much of brokenness in me. എന്റെ ആ മുറിവിനെ സൗഖ്യമാക്കണമേ എന്ന് എനിക്ക് Heal that പ്രാർത്ഥിക്കാൻ പറ്റും. wound. Are you able to pray? എന്നാൽ പിന്നെയും നിന്നിൽ ആ സ്നേഹം ഒഴുകാൻ തുടങ്ങും. And then the love will begin to flow in you നീ again. നിർത്തിവെച്ച സ്നേഹത്തിന്റെ ഒഴുക്ക് അവിടെ ആരംഭിക്കാൻ തുടങ്ങും. The love that you once stopped will begin to flow back again. Show that honest reflection. നിന്റെ അകത്തുനിന്ന് ആ സത്യസന്ധമായിരിക്കുന്ന ആ പ്രതിഫലനം ഒഴുകി വരട്ടെ. Have an honest reflection before the Lord. അതില്ലാതെ സഭ മാറിയത് കൊണ്ടോ, ആമേൻ, ഹല്ലേലൂയ, വേറെ എങ്ങോട്ടേലും രാജ്യം വിട്ടു പോയത് കൊണ്ടോ ഒന്നും ഒരു ഗുണവുമില്ല. No use changing the church, going out of country if you don't get your healing. നിന്റെ മൂർച്ചയുള്ള കോടലി നിനക്ക് തിരിച്ചു കിട്ടത്തില്ല. നീ ഇതൊക്കെ ചെയ്തതുകൊണ്ടൊന്നും കിട്ടത്തില്ല. നീ വരാതിരുന്നതുകൊണ്ടൊന്നും നിന്റെ മൂർച്ച അവൻ ഉണ്ടാകത്തില്ലെന്ന്. You won't get your sharpness back by just moving away. ചർച്ച വിട്ടു പോയതുകൊണ്ട്, ചർച്ച മാറിപ്പോയത് കൊണ്ടോ നിന്റെ ഷാർപ്നെസ് മടങ്ങി വരുമോ? ഇന്ന് നിനക്ക് എവിടെ നഷ്ടപ്പെട്ടത് ചൂണ്ടിക്കാണിച്ച്. Show where you lost it. ഹല്ലേലൂയ. Hallelujah. ഇപ്പം നഷ്ടപ്പെട്ടത് എവിടാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ ഒരു ബോധം, ആ കൃപ നീ പിടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിന്റെ മേൽ ആ സൗഖ്യം ഒഴുകാൻ തുടങ്ങിയാണ്. And you will get back your sharpness and the strength. ശക്തിയും ആ മൂർച്ചയും ഇപ്പോൾ ദൈവം മടക്കി തരും. If you have the grace to show and point out to the Lord where you lost, even now the sharpness and the healing of the Lord will begin to flow. Precision എന്ന് പറഞ്ഞ കൃത്യത. നിന്റെ കൃത്യതയ്ക്ക് മൂർച്ച കൂടും. കൃത്യതയ്ക്ക് മൂർച്ച കൂടും. Your precision will be sharpened. ഹല്ലേലൂയ. നിന്റെ ശക്തിക്ക്, നിന്റെ പവറിന് മൂർച്ച കൂടണം. Your power will be sharpened. ഹല്ലേലൂയ. അതുപോലെ നിന്റെ പർപ്പസ് ഓഫ് യുവർ ലൈഫ്, എന്താണ്, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ഉദ്ദേശം, അതിന് മൂർച്ച കൂടണം. Even your power and your purpose are sharpened. Hallelujah. Hallelujah. Praise the Lord. Hallelujah. അതെല്ലാം മൂർച്ച കൂടാനുള്ള ദിവസമായിട്ട് ഇന്ന് അതിനെ കണ്ടേ. Today is the day that all these things are sharpened. നിങ്ങൾ നോക്കിയേ, പ്രവാചകൻ ആ വാക്യത്തിന്റെ അവസാനിക്കുക, പ്രവാചകൻ കമ്പ് മുറിച്ചിട്ടപ്പോൾ കോടാലി പൊങ്ങി വന്നു. When the prophet threw the stick, the അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം കാണിച്ചു കൊടുത്തു. കാണിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഈ പ്രവാചകൻ ഒരു കമ്പ് എറിഞ്ഞു. ഇരുമ്പ് അവിടെ നിങ്ങൾ എഴുതിയേക്കുന്നുണ്ടല്ലോ, ആ ഇരുമ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നാച്ചുറൽ, ഒരിക്കലും നടക്കാത്തൊരു കാര്യം
നിന്റെ മനോഭാവം മാറ്റിയതോടുകൂടി സൂപ്പർ നാച്ചുറൽ ആയിട്ട് മാറി. The man of God, ഇന്നുവരെ നടക്കാത്തൊരു കാര്യം, ഇന്നുവരെ പ്രപഞ്ചത്തിൽ നടക്കാത്തൊരു കാര്യം നിന്റെ മനോഭാവം മാറ്റിയാൽ, നിന്റെ ആറ്റിറ്റ്യൂഡ് മാറിയാൽ സൂപ്പർ നാച്ചുറൽ വർക്കായിട്ട് അത് മാറും. the man of God asked, where was the axe fell? And then he showed in the place. He cut down a stick and cast it, and the axe head started swimming. If you change your attitude, whatever has not happened till now will happen supernaturally in your life. ഹല്ലേലൂയ. Hallelujah. 2025 എന്ന് പറയുന്ന വർഷം നിന്റെ നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരാനുള്ള വർഷമായിട്ട് നീ കാണണം. 2025, whatever you lost must be ആമേൻ. restored. ഹല്ലേലൂയ. സെപ്റ്റംബർ മാസത്തിൽ എത്തി നിൽക്കുകയാണ്, രണ്ടാമത്തെ ആഴ്ചയിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. 2025 എന്ന് പറയുന്നത് ഞാൻ കടത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന വർഷമായി, ഹല്ലേലൂയ, സകല ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുന്ന വർഷമായി അത് തീരട്ടെ എന്ന് പറഞ്ഞു നീ ചൂണ്ടിക്കാണിച്ച് 2025, let this be a year I come out of debt and come out of everything that is എല്ലാ രോഗശക്തികളിൽ നീ പുറത്തു വാ. come out of all sickness. രോഗം നിന്നെ പിടിച്ചപ്പോൾ എവിടെ വെച്ചാണ് നീ സംശയിച്ചത്? സൗഖ്യത്തെ അവിടെ കാണിച്ചു കൊടുത്തേ. നീ Where സൗഖ്യമാ. did you ഇപ്പോൾ doubt തന്നെ healing? ഇപ്പോൾ തന്നെ നീ സൗഖ്യമാകട്ടെ. Show the Lord where you doubted and may you receive your healing right now. അവിടെ പറഞ്ഞ ഇരുമ്പ് ഒരിക്കലും വെള്ളത്തിൽ പോയി കിടക്കില്ല, അസാധ്യമാണ്. അസാധ്യം. പക്ഷെ അസാധ്യത്തെ സാധ്യമാക്കുന്നതിന് ഇതിനകത്തുണ്ട്. Impossible for iron to float, but God makes it ഇരുമ്പ് വെള്ളത്തിൽ possible. ഫ്ലോട്ട് ചെയ്യത്തില്ല. Iron can never float on Take it from water. me. ഇരുമ്പ് ഒരിക്കലും വെള്ളത്തിൽ പൊങ്ങി വരത്തില്ല. Iron can never come upon water. പക്ഷെ നീ ആയതുകൊണ്ട് നിനക്ക് വേണ്ടി മരക്കൊമ്പ് പോലെ ഒരുവൻ കാൽവറിയിൽ മരിച്ചടക്കപ്പെട്ട് ആ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നിന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കി മാറ്റും. Because someone died on the cross for you and rose again, your impossibility is നീ made താഴെ possible. പോകാതെ അവൻ നിന്നെ ഉയർത്തുമെന്ന്. He will ensure that you don't go down, but you are lifted. അല്പസമയം ഒന്ന് എടുത്തേച്ച് വാകളെയൊക്കെ തുറന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞ് അവൻ വാകളെയൊക്കെ തുറന്ന് ഹല്ലേലൂയ കർത്താവിനെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞ് ഹല്ലേലൂയ. എവിടെയൊക്കെയോ എന്റെ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അമ്മൻ ചിലതൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്നാലും എന്റെ കർത്താവും ദൈവമേ നീ എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത് കൊണ്ട് ആ മരണത്താൽ എന്റെ മരണം മാറിപ്പോയി, എന്റെ തോൽവി മാറിപ്പോയത് കൊണ്ട് അമ്മൻ ഹല്ലേലൂയ നിന്റെ സഹായം എനിക്ക് ആവശ്യം, നിന്റെ കൃപ എനിക്ക് വേണം. I need your grace because I have fallen in some place I don't even know of it. ആമേൻ ഹല്ലേലൂയ. നിന്റെ കൃപയാൽ എന്റെ നഷ്ടപ്പെട്ടു പോയ മൂർച്ചയെ മടക്കി തരണമേ. Give back my sharpness that I have lost. എന്റെ ഷാർപ്നെസ് എന്റെ ശക്തി, എന്റെ മേൽ ഒഴുകിയ സ്നേഹം, എന്റെ മേൽ അവിടുന്ന് ഏൽപ്പിച്ച നന്മകൾ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് മടങ്ങി വരട്ടെ. The grace to give wherever I have lost, let it come back in the name of Jesus. വാകളെയൊക്കെ തുറന്ന് ദൈവത്തിന് സ്തുതി കരേറ്റിക്കാട്ടെ. യേശുവേ മഹോന്നത, അവൻ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ചോദിച്ചപ്പോൾ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ നിന്നവൻ അവന്റെ ആവശ്യത്തിനനുസൃതമായി പ്രവർത്തിച്ചതുപോലെ ഇന്ന് നിന്റെ കരച്ചിലിന്റെ ശബ്ദം മറികടക്കാതെ നിന്റെ ആവശ്യങ്ങളെ നിവർത്തീകരിക്കുവാൻ അവൻ ഇതിനകത്തുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ. യേശു വന്നിട്ടുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു വന്നിട്ടുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ അവസ്ഥകളെ അവൻ മാറ്റുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ.